ഹായ് ഓൾ, വെൽക്കം ടു കെമിസ്ട്രി ലെക്ചർ സീരീസ്. നമ്മുടെ കെമിസ്ട്രി ലെക്ചർ സീരീസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോർഡിനേഷൻ കെമിസ്ട്രി. സോ നിങ്ങൾക്കറിയാം, കോർഡിനേഷൻ കെമിസ്ട്രി ഹൈലി സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നമ്മൾ കോർഡിനേഷനെ പല ഡിവിഷൻസ് നടത്തി ആണ് നമ്മൾ പഠിക്കുക. നമുക്ക് അറിയാം, ഈ പറഞ്ഞ നമ്മുടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, MSc ലെവൽ ആയിക്കോട്ടെ. സോ ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് കോർഡിനേഷൻ അത് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, സോ നോർമലി നമ്മൾ കെമിസ്ട്രി ഡീൽ ചെയ്യുന്ന പോലെ അല്ല കോർഡിനേഷൻ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. ആദ്യം നമ്മൾ ആ ടെർമിനോളജീസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക. അതിനുശേഷം നമ്മൾ പതുക്കെ ഓരോ സ്റ്റെപ്പ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോർഡിനേഷൻ കെമിസ്ട്രിയിലേക്കാണ് പോവുക. ഓക്കെ, സോ കോർഡിനേഷൻ കെമിസ്ട്രി നമുക്ക് ആദ്യം നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിക്കകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. സോ ഈ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ പാർട്ടായിരിക്കും നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷനിനകത്ത് പറയാനായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോർഡിനേഷൻ കെമിസ്ട്രിക്കകത്ത് ബേസിക് ഇൻട്രൊഡക്ഷൻ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിനകത്തുള്ള ടെർമിനോളജീസ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഓരോ ടൈം പറയുന്ന സമയത്ത് അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിന് ശേഷം നമ്മൾ ഇതിനകത്ത് വരുന്ന ഒരു തിയറിയാണ് വെർണർ തിയറി. സോ വെർണർ തിയറിയും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിന്റെ ഐസോമെറിസം, കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഐസോമെറിസം കൂടെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക. മൂന്നാമതായിട്ട് നമ്മൾ ഇതിനകത്തുള്ള ബോണ്ടിങ് തിയറീസ് ഉണ്ട്. വാലൻസ് ബോണ്ട് തിയറി ഉണ്ട്, അതുപോലെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ദെൻ ലിഗാൻഡ് ഫീൽഡ് തിയറി ആൻഡ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇവരുടെ എന്തും പഠിക്കാനുണ്ട്, ആപ്ലിക്കേഷൻസും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, സോ ഇവരുടെ ആപ്ലിക്കേഷൻ ഇത്രയായിരിക്കും നമ്മൾ മൂന്നാമത്തെ സെക്ഷനകത്ത് പഠിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് പോകുന്നു. നാലാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക് സ്പെക്ട്ര ആയിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക. സോ ഇലക്ട്രോണിക് സ്പെക്ട്ര ആൻഡ് ആപ്ലിക്കേഷൻസ്. ഇലക്ട്രോണിക് സ്പെക്ട്ര ആൻഡ് ആപ്ലിക്കേഷൻസ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ കുറെയൊക്കെ നമ്മൾ ഈ ഒരു തിയറീസ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോവാണ്. നമ്മൾ വേറെ അല്ല പഠിക്കുക. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമ്മുടെ ബോണ്ടിങ് തിയറീസിന്റെ കൂടെ ചേർത്താണ് നമ്മൾ പഠിക്കുക. ഏറ്റവും ലാസ്റ്റ് ഏറ്റവും അഡ്വാൻസ്ഡ് ടോപ്പിക് എന്ന് പറയുന്നത് കോർഡിനേഷൻ റിയാക്ഷൻ മെക്കാനിസം ആണ്. കോർഡിനേഷൻ റിയാക്ഷൻ മെക്കാനിസം. സോ കോർഡിനേഷൻ കെമിസ്ട്രി ആസ് എ ഹോൾ MSc ലെവൽ അല്ലെങ്കിൽ നെറ്റ് ലെവലിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം ഏതായിക്കോട്ടെ, സോ ആ ഒരു എക്സാമിന്റെ സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ കോർഡിനേഷൻ കെമിസ്ട്രി നമ്മൾ ഈ പറഞ്ഞ ഒരു 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യത്തെ സെഷനകത്ത് ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം നമ്മൾ വെർണർ തിയറി, ഐസോമെറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ദെൻ ബോണ്ടിങ് തിയറീസ്, വാലൻസ് ബോണ്ട് തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്ര, അതിന്റെ ആപ്ലിക്കേഷൻസ്, ദെൻ ഏറ്റവും ലാസ്റ്റ് റിയാക്ഷൻ മെക്കാനിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നുള്ളത്? സോ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. സോ ദ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ എ സ്പെഷ്യൽ ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, ഇപ്പോൾ നമ്മുടെ കോമൺ സോൾട്ട് എടുക്കാം. സോ NaCl നിങ്ങൾക്കറിയാം, Na പോസിറ്റീവും Cl മൈനസും ആണ്. അവിടെ നിങ്ങൾക്ക് കോംപ്ലക്സിറ്റി ഒന്നുമില്ല. പക്ഷേ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. അവരുടെ പ്രത്യേകത എന്താണ്? അവർക്കൊരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്, then surrounded by ions, molecules beyond their normal valency. അപ്പൊ ഈ ഒരു കേസ് നിങ്ങൾക്ക് അറിയാം, സോഡിയം ക്ലോറൈഡ് നമ്മൾ എടുക്കുന്നു. സോഡിയത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. അതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ്, അതിന് പറ്റുന്ന ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 മാത്രമാണ്. സോഡിയം ഒരിക്കലും +2 +3 ഒന്നും പോകത്തില്ല. സോ ഇവർ നോർമൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അങ്ങനെയല്ല, സ്പെഷ്യൽ ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. എന്താ പ്രത്യേകത? അവർക്കൊരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്, അതിനെ ചുറ്റിപ്പറ്റി കുറെ അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവും. പക്ഷെ അവരുടെ പ്രത്യേകത എന്താ? നോർമൽ വാലൻസിയിലായിരിക്കത്തില്ല, ബിയോണ്ട് ദെയർ നോർമൽ വാലൻസി ആയിരിക്കും. അങ്ങനത്തെ കോമ്പൗണ്ട്സ് നമ്മൾ കോംപ്ലക്സ് കോമ്പൗണ്ട്സ് എന്നാണ് വിളിക്കുക. മോഡേൺ ടെർമിനോളജി അനുസരിച്ച് നമ്മൾ അവരെ എന്തെന്ന് വിളിക്കുന്നു? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഡയറക്ട്ലി ഞാൻ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനെ അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. സോ നോർമലി ഉള്ള ഒരു അയോണിക് കോമ്പൗണ്ട് നമ്മൾ പഠിച്ചു, NaCl പഠിച്ചു. ഇനി കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു മെറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു. മെറ്റലിനെ ചുറ്റിപ്പറ്റി കുറച്ച് അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. സോ ഞാൻ അതിനൊരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു. ഇനി ഇതിന് പുറത്ത് കുറെ ആൾക്കാരുണ്ട്, അതിനെ ഞാൻ വെറുതെ അയോൺസ് എന്ന് മാത്രമേ ഇപ്പൊ കൊടുക്കുന്നുള്ളൂ. സോ കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു മെറ്റൽ ഉണ്ട്, സെൻട്രൽ മെറ്റൽ ഉണ്ട്, അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് അയോൺസ് ഉണ്ട്, അല്ലെങ്കിൽ അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആകാം. സോ ഇങ്ങനെ നിൽക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂളിനെയാണ് കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ. ഡെഫിനിഷൻ നമ്മൾ അത്രയാണ് മനസ്സിലാക്കുന്നത്. ദെൻ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാൻ നമ്മുടെ നിക്കൽ ക്ലോറൈഡ് എടുക്കുവാണ്. സോ നിക്കൽ ക്ലോറൈഡിന്റെ കളർ നിങ്ങൾക്ക് അറിയാം, ഗ്രീൻ കളറാണ്. സോ ഗ്രീൻ സൊല്യൂഷൻ ഓഫ് നിക്കൽ ക്ലോറൈഡിനകത്ത് ഞാൻ അമോണിയ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രീൻ കളർ എന്നുള്ളത് ഒരു പർപ്പിൾ കളറിലേക്ക് മാറുന്നുണ്ട്. സോ ഒരു പുതിയ ഒരു കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല ഏതാണ് കോമ്പൗണ്ട് എന്നുള്ളത്. സോ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ഇനീഷ്യലി എടുത്തിട്ടുള്ളത് നിക്കൽ ക്ലോറൈഡും അതുപോലെ തന്നെ അമോണിയമാണ്. ഇതിനകത്ത് Na2 പോസിറ്റീവ് ആ ഒരു മെറ്റൽ അയോണിന്റെ പ്രസൻസ് കൊണ്ടാണ് അതിന് ഗ്രീൻ കളർ ഉള്ളതെന്ന് എനിക്കറിയാം. സോ റിയാക്ഷൻ കഴിഞ്ഞിട്ട് അതിന്റെ കളർ എന്തായിട്ട് മാറി? പർപ്പിൾ ക്രിസ്റ്റലായിട്ട് മാറി. ഓക്കെ, സോ പർപ്പിൾ ക്രിസ്റ്റലായിട്ട് മാറി. ഇനി ഞാൻ ഈ ഒരു എനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സൊല്യൂഷനെ ഞാൻ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് Na2 പോസിറ്റീവിന്റെയോ അമോണിയയുടെയോ പ്രസൻസ് എനിക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. പുതിയ ഏതോ ഒരു സ്പീഷീസ് ആണ് കോമ്പൗണ്ട്, ആ പുതിയൊരു സ്പീഷീസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മളുടെ NiNH3 3 ടൈംസ് 2 പോസിറ്റീവ് പ്ലസ് 2 Cl മൈനസ് എന്നുള്ള നിങ്ങൾ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആരെയായിരുന്നു എടുത്തിരുന്നത്? നിക്കൽ ക്ലോറൈഡിനെ നമ്മൾ എടുത്തു, അതിലേക്ക് നമ്മൾ അമോണിയ പാസ് ചെയ്തു. അമോണിയ പാസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങൾക്ക് ഒരു പുതിയ സ്പീഷീസ് കിട്ടി. ഇതായിരുന്നു പുതിയ സ്പീഷീസ്. ഈ ഒരു സ്പീഷീസ് നിങ്ങൾ വെള്ളത്തിലെടുത്തിട്ട സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താ? അവിടെ നിക്കൽ 2 പോസിറ്റീവും അമോണിയ ഒക്കെ കിട്ടണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അവരുടെ പ്രസൻസ് അവിടെ ഇല്ല. പുതിയൊരു സ്പീഷീസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ക്ലോറൈഡ് അയോൺസ് അവിടെ തന്നെ ഉണ്ട്. സോ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. എന്താണ് ഇതിനൊരു കാര്യം മനസ്സിലായത്? എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? അവര് ഫോം ചെയ്യുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള സിമ്പിൾ കോമ്പൗണ്ട്സ് വഴി നിന്നാണ് അവർ സ്റ്റേബിൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ഐഡന്റിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അവര് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള നിക്കൽ ക്ലോറൈഡ് എടുക്കുന്നു, ഇതിലേക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള അമോണിയ പാസ് ചെയ്യുന്നു, നമുക്കൊരു പുതിയ സ്പീഷീസ് കിട്ടുന്നു. NiNH3 6 ടൈംസ് Cl2 എന്നൊരു കോംപ്ലക്സ് കിട്ടുന്നു. ഇതിനെ ഞാൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം ഞാൻ വിചാരിച്ചത് Na2 പോസിറ്റീവും അമോണിയയുടെ ഒക്കെ സ്വഭാവം ഇവർ കാണിക്കുമെന്നാണ്. പക്ഷെ അത് കാണിച്ചില്ല. അതിന് പകരം എന്താണ്? എനിക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് കിട്ടിയത്. ആ കോംപ്ലക്സ് കോമ്പൗണ്ട് ഞാൻ എന്തെന്ന് വിളിച്ചു? കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് വിളിച്ചു. ഓക്കെ, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് വിളിച്ചു. ഇനി കോംപ്ലക്സിന്റെ പ്രത്യേകത എന്താ നോക്കിയേ? ദ സ്പീഷീസ് ഇൻ ദ സ്ക്വയർ ബ്രാക്കറ്റ് ഡസ് നോട്ട് അയണൈസ്, ഇറ്റ് റിമെയിൻസ് ആസ് എ സിംഗിൾ എൻറ്റിറ്റി ആൻഡ് ഈസ് നോൺ ആസ് കോംപ്ലക്സ് എൻറ്റിറ്റി. അപ്പോൾ ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അകത്തുള്ള ആൾ എന്ത് ചെയ്യുന്നില്ല? അയണൈസ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ സോഡിയം ക്ലോറൈഡ് എടുത്തു. വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് Na പോസിറ്റീവ് എന്നും Cl മൈനസ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കും. പക്ഷേ ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയല്ല. ഞാൻ ഇവിടെ ചെയ്ത ഈ ഒരു റിയാക്ഷനകത്ത് ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ആള് എന്ത് ചെയ്യുന്നില്ല? അയണൈസ് ചെയ്യുന്നില്ല. എന്തോ പ്രശ്നം ഉണ്ട് അവിടെ, അല്ലെ? അല്ലെങ്കിൽ അയണൈസ് ചെയ്യേണ്ടതാണ്. Na2 പോസിറ്റീവിന്റെയും അമോണിയയുടെയും സ്വഭാവം ആ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കേണ്ടതാണ്. പക്ഷെ അവർ കാണിക്കുന്നില്ല. സോ ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ആളെ ഞാൻ എന്താ വിളിക്കുന്നത്? കോംപ്ലക്സ് എൻറ്റിറ്റി എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്തോ ചെയ്തു? ഞാൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് ഒരു ഡെഫിനിഷൻ അങ്ങ് പറയുവാണ്. സോ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ molecular compounds which are formed from combination of 2 or more simple stable compounds and retain their identity in the solid as well as in the dissolved state. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ, നിങ്ങളെ കോർഡിനേഷൻ കോമ്പൗണ്ട് ഡെഫിനിഷൻ പഠിപ്പിക്കുക. ഓക്കെ, സോ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? നമുക്കൊരു സെൻട്രൽ മെറ്റൽ ഉണ്ടായിരുന്നു, അതിന് ചുറ്റിനും കുറച്ച് അയോൺസ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതൊരു കോംപ്ലക്സ് ഫോമിലാണ് നിൽക്കുന്ന നമ്മൾ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ റിയാക്ഷൻ ചെയ്തു. റിയാക്ഷന് ശേഷം നമുക്കൊരു പുതിയ സ്പീഷീസ് ഉണ്ടായി. ആ സ്പീഷീസിനെ നമ്മൾ വെള്ളത്തിലിട്ട സമയത്ത് എന്ത് സംഭവിച്ചു? അവർ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യും നമ്മൾ വിചാരിച്ചു. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്തില്ല. ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ആയിട്ട് അവർ നിന്നു. അതിന് നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുത്തു. അപ്പൊ എന്താ സംഭവിക്കുക? ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ആൾ എന്ത് ചെയ്യുന്നില്ല? അയണൈസ് ചെയ്യുന്നില്ല. അങ്ങനെ അയണൈസ് ചെയ്യാത്ത ആളെ നമ്മൾ എന്തെന്ന് വിളിച്ചു? കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് വിളിച്ചു. എന്നിട്ട് നമ്മൾ പറഞ്ഞു കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ കോമ്പൗണ്ട്സ് ആണ്. അവരെവിടുന്നാ ഫോം ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേബിൾ കോമ്പൗണ്ട്സ്. നമ്മൾ ഇവിടെ എടുത്ത കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഏതാ? നിക്കൽ ക്ലോറൈഡും അമോണിയൊക്കെ എന്താ? വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേബിൾ കോമ്പൗണ്ട്സാ. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേബിൾ കോമ്പൗണ്ട്സ് വഴിയാണ് അവർ ഫോം ചെയ്യുന്നത്. എന്താ അവരുടെ പ്രത്യേകത?
retain their identity in solid as well as in dissolved state. അപ്പൊ റിയാക്ട് ചെയ്യുന്നു, ഇതേത് സ്റ്റേറ്റാ? അവരുടെ സോളിഡ് സ്റ്റേറ്റാ. ഇനി ഡിസോൾഡ് സ്റ്റേറ്റിലേക്ക് അവർ പോകുന്നു. ഡിസോൾഡ് സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് NiNH3 6 times 2 പോസിറ്റീവ് പ്ലസ് 2 Cl മൈനസ് എന്നാണ് കിട്ടുന്നത്. അതായത് സോളിഡ് സ്റ്റേറ്റിലും ഡിസോൾഡ് സ്റ്റേറ്റിലും എന്ത് ചെയ്യുന്നു? കോംപ്ലക്സ് എൻറ്റിറ്റി അതിന്റെ ഐഡന്റിറ്റി അവിടെ റീറ്റെയിൻ ചെയ്യുന്നു. ഐഡന്റിറ്റി റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവർ എന്ത് ചെയ്യുന്നില്ല? Na2 പോസിറ്റീവ് ഒന്നും അമോണിയ ആയിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. സോ അതൊരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. അവരെ നമ്മൾ എന്തെന്ന് വിളിച്ചു? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിച്ചു. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത, അവരെ നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ എടുത്താലും ഡിസോൾഡ് സ്റ്റേറ്റിൽ എടുത്താലും ആ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള ആൾ എന്ത് ചെയ്യും? ഒറ്റ യൂണിറ്റ് ആയിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക. അവരെന്ത് ചെയ്യത്തില്ല? അയണൈസ് ചെയ്യത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു അതിന്റെ കൂടെയുള്ള ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള ആൾ എന്ത് ചെയ്യാം? അയണൈസ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ കേസിൽ Cl2 ഉള്ളത്, അയാൾ അയണൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കോംപ്ലക്സിനകത്തുള്ള ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ആൾ, കോംപ്ലക്സ് എൻറ്റിറ്റിക്ക് ആ തകത്തുള്ള ആൾ എന്ത് ചെയ്യത്തില്ല? അയണൈസ് ചെയ്തില്ല. അവരൊരു യൂണിറ്റ് ആയിട്ടായിരിക്കും അവിടെ നിൽക്കുക. അങ്ങനെയുള്ള കോംപ്ലക്സുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിംപിളി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ഡെഫിനിഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു എക്സാമ്പിളും പറഞ്ഞു. ഇനി കോർഡിനേഷൻ കോംപ്ലക്സും ഡബിൾ സോൾട്ടും, നമ്മൾ ഡബിൾ സോൾട്ട് പൊതുവെ നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ ഡബിൾ സോൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? സോ കോംപ്ലക്സ് എന്ന് പറയുന്ന സമയത്ത് കുറെ എന്തോ കാര്യങ്ങൾ വരുന്നതിനാണ് കോംപ്ലക്സ്. അങ്ങനെയല്ല, ഡബിൾ സോൾട്ടിനകത്ത് നിങ്ങൾക്ക് അറിയാം കുറെ അധികം കാറ്റോണും കുറെ അധികം ആനോണും ചേർന്നിട്ടാണ് ഡബിൾ സോൾട്ടുകൾ ഫോം ചെയ്യുന്നത്. സോ ഈ ഡബിൾ സോൾട്ടും കോർഡിനേഷൻ കോംപ്ലക്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവർ രണ്ടുപേരും സെയിം ആണോ? അത് ഇവർ രണ്ടുപേരും ഡിഫറെന്റ് ആണോ? നമുക്ക് ആ ഒരു കമ്പാരിസൺ കഴിയുന്ന സമയത്ത് കുറച്ചൊരു ഐഡിയ കിട്ടും എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ഞാൻ ഡബിൾ സോൾട്ടിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡബിൾ സോൾട്ട് ആണ് മോർ സോൾട്ട്, പൊട്ടാഷ് ആലം ആൻഡ് കേർണലൈറ്റ്. നോക്കിയേ, ഞാൻ മോർ സോൾട്ടിനെ മാത്രം നോക്കാം. നേരത്തെ എക്സാമിന് ഇവരുടെ ഫോർമുലയൊക്കെ ചോദിക്കുമായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെ ഫോർമുല ഒന്നും ഡയറക്റ്റ്ലി ചോദിക്കത്തില്ല. സോ എക്സാമ്പിൾ ഓർത്തിരിക്കണം. ഡബിൾ സോൾട്ടിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? നമ്മുടെ മോർ സോൾട്ട്, പൊട്ടാഷ് ആലം, കേർണലൈറ്റ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. അപ്പം വേണമെങ്കിൽ നിങ്ങൾ എന്താ ഈ ചെറിയ ചെറിയ PSC ഒക്കെ എക്സാംസ് എഴുതുവാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ എക്സാമ്പിൾ ഓഫ് ഡബിൾ സോൾട്ട്, അല്ലെങ്കിൽ കുറച്ച് ഒരു 4 ഓപ്ഷനകത്ത് 4 കോമ്പൗണ്ട് തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം ഇതിനകത്ത് ഏതാണ് ഡബിൾ സോൾട്ട് അല്ലാത്തത്, ഇനി ഏതാണ് ഡബിൾ സോൾട്ട് ആണ്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. നെറ്റ് ലെവലിലൊന്നും അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. നെറ്റ് ലെവലിൽ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് മോർ സോൾട്ടിനെ പറ്റിയാണ്. സോ മോർ സോൾട്ട് എന്ന് പറഞ്ഞാൽ FeSO4 NH4 2 times SO4 6H2 ആണ്. ഇവിടെ ആരൊക്കെ ഉണ്ട്? അയൺ ഉണ്ട്, അമോണിയ ഉണ്ട്, സൾഫേറ്റും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ആൾക്കാരുടെ ഒരു കോംപ്ലക്സ് ആണ്, അല്ലെങ്കിൽ ഒരു സോൾട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡബിൾ സോൾട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ പൊട്ടാഷ്യം എന്ന് നോക്കിയേ, പൊട്ടാസ്യം ഉണ്ട്, സൾഫേറ്റ് ഉണ്ട്, അലൂമിനിയം ഉണ്ട്, ദെൻ H2O ഉണ്ട്, ഹൈഡ്രേറ്റ് ഫോംസ് ഉണ്ട്. ദെൻ കേർണലൈറ്റ് നോക്കി കഴിഞ്ഞാൽ പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്, ക്ലോറിനും ഉണ്ട് ഇതിനകത്ത്, അല്ലെ? സോ ഇതിനകത്ത് എന്താ? ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡബിൾ സോൾട്ട് എന്ന് വിളിക്കുന്നത്. സോ സിംപ്ലി ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ ദേ ആർ addition or molecular compounds which are formed by two apparently saturated compounds but they lose their identity when dissolved in water. എന്താ ഇവരുടെ പ്രത്യേകത? ഇവരെ പിടിച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവരിപ്പോ ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്? സോളിഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇവരെ പിടിച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവരെല്ലാം അയോൺസ് ആയിട്ട് അങ്ങ് ഡിസോസിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ മോർ സോൾട്ട് എടുക്കുവാണ്, മോർ സോൾട്ട് എടുത്ത് വെള്ളത്തിൽ ഇടുന്നു. നോക്കിയേ, ഈ റിയാക്ഷൻ നോക്കിയേ, മോർ സോൾട്ട് എടുക്കുന്നു, വെള്ളത്തിലേക്ക് ഇടുന്നു, എന്ത് സംഭവിക്കും? അയൺ ഉണ്ടായിരുന്നത് Fe2 പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നു, അമോണിയ ഉണ്ടായിരുന്നത് NH4 പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നു, സൾഫേറ്റ് ഉണ്ടായിരുന്നത് SO4 2 മൈനസ് ആയിട്ട് നിൽക്കുന്നു. അതായത് ഒരു ഡബിൾ സോൾട്ടിനെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട് അവിടെ? അവരുടെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും സൊല്യൂഷനിൽ കാണിക്കുന്നത്. ഒരു യൂണിറ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, അവരെ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അവർ ഓരോരുത്തരുടെയും ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും കാണിക്കുക. അതാണ് ഡബിൾ സോൾട്ടിന്റെ പ്രത്യേകത. എന്നാൽ കോർഡിനേഷൻ കോംപ്ലക്സ് അങ്ങനെയാണോ? അല്ല. അവരെന്ത് ചെയ്യുന്നു? ദ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് റീറ്റെയിൻ ദെയർ ഐഡന്റിറ്റി ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഇൻ ഡിസോൾവ്ഡ് സ്റ്റേറ്റ്. അപ്പം അവരെ പിടിച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാലും ആ യൂണിറ്റ് ഉണ്ടല്ലോ അത് എന്ത് ചെയ്തില്ല? അയണൈസ് ചെയ്തില്ല. അവരങ്ങനെ തന്നെ നിൽക്കും, പാറ പോലെ നിൽക്കും, എന്നെ പോലെ. ഓക്കെ, സോ അതാണ് ഡബിൾ സോൾട്ടും കോർഡിനേഷൻ കോമ്പൗണ്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടെ മനസ്സിലാകാനായിട്ട് ഈ ഒരു ടേബിൾ നോക്കിയാൽ മതിയാവും. സോ ഡബിൾ സോൾട്ടിനകത്ത് നമ്മൾ പറഞ്ഞു ഡബിൾ സോൾട്ട് എക്സിസ്റ്റ് ഓൺലി ഇൻ സോളിഡ് സ്റ്റേറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഡബിൾ സോൾട്ട് എക്സിസ്റ്റ് ഓൺലി ഇൻ സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ഡിസോസിയേറ്റ് ഇൻ ടു അയോൺസ് ഇൻ അക്വ സൊല്യൂഷൻ ഓർ എനി അതർ സോൾവെന്റ്. നമ്മൾ ഏതെങ്കിലും ഒരു സോൾവെന്റിലേക്ക്, വാട്ടർ ആണോന്നില്ല, ഏതെങ്കിലും ഒരു സോൾവെന്റിലേക്ക് ഡബിൾ സോൾട്ടിനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവരെന്ത് സംഭവിക്കും? അവർ ഡിസോൾവ് ചെയ്തു പോകും.
അവര് ഡബിൾ സോൾട്ട് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഏത് സ്റ്റേറ്റിലാ? സോളിഡ് സ്റ്റേറ്റിൽ മാത്രമായിരിക്കും. എന്നാൽ കോർഡിനേഷൻ കോമ്പൗണ്ടോ? കോർഡിനേഷൻ കോമ്പൗണ്ട് എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഓർ ഇൻ അതർ സോൾവെന്റ്. ഒരു കോർഡിനേഷൻ കോംപ്ലക്സിനെ, ഒരു കോമ്പൗണ്ടിനെ നമ്മൾ പിടിച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അവര് സോളിഡ് സ്റ്റേറ്റിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു സോൾവെന്റ് പിടിച്ചിട്ടാലും അവരുണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് കമ്പാരിസൺ മനസ്സിലായി. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ദേ ലൂസ് ദെയർ ഐഡന്റിറ്റി ഇൻ സൊല്യൂഷൻ. എന്ത് ചെയ്യുന്നു? ഡബിൾ സോൾട്ട് സൊല്യൂഷനിൽ പോകുന്ന സമയത്ത് അവരുടെ ഐഡന്റിറ്റി അവർ ലൂസ് ചെയ്യുന്നു. കോർഡിനേഷൻ കോമ്പൗണ്ട്സോ ദേ ഡു നോട്ട് കംപ്ലീറ്റ്ലി ലൂസ് ദെയർ ഐഡന്റിറ്റി ഇൻ സൊല്യൂഷൻ. നോക്കിയേ, ദേ ഡു നോട്ട് കംപ്ലീറ്റ്ലി ലൂസ് ദെയർ ഐഡന്റിറ്റി. കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യത്തില്ല? അവരുടെ ഐഡന്റിറ്റി അവർ ലൂസ് ചെയ്യത്തില്ല. എക്സാമ്പിൾ എന്താ നമ്മൾ പറഞ്ഞത്? NiNH3 6 ടൈംസ് Cl2 എന്നൊരു പുതിയ സ്പീഷീസ് ഉണ്ടായ കാര്യം നമ്മൾ പറഞ്ഞു. ഇവർക്ക് പർപ്പിൾ കളറാന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവരെ സൊല്യൂഷനിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവർ ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? NiNH3 6 ടൈംസ് 2 പോസിറ്റീവ് എന്നും 2 Cl മൈനസ്. അതായത് ഈ പുറത്തുള്ള അയോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അയണൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അകത്തുള്ള സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള, സ്ക്വയർ ബ്രാക്കറ്റ് എന്നല്ല പറയേണ്ടത്, കോംപ്ലക്സ് എൻറ്റിറ്റിക്ക് അകത്തുള്ള അവരെന്ത് ചെയ്യത്തില്ല? അയണൈസ് ചെയ്യത്തില്ല. സോ അതാണ് പറഞ്ഞത്, they do not completely lose their identity in solution. Next point, the properties of the double salt are essentially same as that of the എന്താണ്? constant compounds. The properties of the double salt are essentially same as that of the constant compounds. പക്ഷെ കോർഡിനേഷൻ കോംപ്ലക്സിന്റെ കേസിലോ the properties of the coordination compounds are different from the constants. കാരണം എന്താ? അവർ അയണൈസ് ചെയ്യുന്നില്ല, അവർ പുതിയ സ്പീഷീസ് ആയിട്ട് മാറുക. അപ്പൊ ഉറപ്പായിട്ടും അവരുടെ പ്രോപ്പർട്ടി എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇൻ ഡബിൾ സോൾട്ട് ദ മെറ്റൽ അയോൺസ് എക്സിബിറ്റ് ദെയർ നോർമൽ വാലൻസി. അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഡബിൾ സോൾട്ട് കണ്ടു. ഡബിൾ സോൾട്ട് മോർ സോൾട്ട് ആയിക്കോട്ടെ, പൊട്ടാഷ്യാലം ആയിക്കോട്ടെ, കേർണലൈറ്റ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും Fe എന്ന് പറഞ്ഞ ആളുടെ നോർമൽ വാലൻസി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ +2 അല്ലെ +3. സോ ആ ഒരു നോർമൽ വാലൻസി എക്സീഡ് ചെയ്ത ഒരു വാലൻസി അവർ ഒരിക്കലും കാണിക്കത്തില്ല. ഡബിൾ സോൾട്ടിന്റെ കേസിലാണ് എന്ത് ചെയ്യാ? മെറ്റൽ അയോൺസ് അവരുടെ നോർമൽ വാലൻസി ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്ത് മെറ്റൽസ് ആർ സറൗണ്ടഡ് ബൈ നമ്പർ ഓഫ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് ഓർ ന്യൂട്രൽ മോളിക്യൂൾസ് മോർ ദാൻ ഇറ്റ്സ് നോർമൽ വാലൻസി. നിങ്ങൾക്കറിയാം, നിക്കൽ നോക്കുന്ന സമയത്ത് നിക്കൽ 2 പോസിറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നോക്കിയേ, എത്ര പേരുണ്ട് നിക്കലിനെ ചുറ്റിപ്പറ്റി? 6 പേരുണ്ട് അല്ലെ? 6 പേരുണ്ട്. നോർമലി എന്താ? കുറച്ച് പേര് വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 6 പേരാണ് നിക്കലിന് ചുറ്റും നിൽക്കുന്നത്. കുറച്ച് കോംപ്ലക്സ് ആയി അപ്പൊ തന്നെ അല്ലെ? സോ നമ്മള് ഡബിൾ സോൾട്ടിന്റെ കേസിൽ അങ്ങനെയല്ല, ആ മെറ്റലിന്റെ നോർമൽ വാലൻസിയിൽ തന്നെയായിരിക്കും അവരുണ്ടാവുക. കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്ത് അങ്ങനല്ല, നോർമൽ വാലൻസി എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ബിയോണ്ടിലേക്ക് പോകുന്നുണ്ട്. സോ ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട് ദ മെറ്റൽ സാറ്റിസ്ഫൈസ് 2 kinds of valencies, primary valency and secondary valency. നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മൾ വെർണർ തിയറിക്കകത്ത് പഠിക്കും. ഒരു കോർഡിനേഷൻ കോംപ്ലക്സിന് 2 ടൈപ്പ് ഓഫ് വാലൻസി ഉണ്ട്. ഒന്നിനെ നമ്മൾ പ്രൈമറി വാലൻസി എന്ന് വിളിക്കും, ഒന്നിനെ നമ്മൾ സെക്കൻഡറി വാലൻസി എന്ന് വിളിക്കും. ഓക്കെ, പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി. സോ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് ആ ഒരു മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആകുന്നു. സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് ആ മെറ്റലിനെ ചുറ്റിപ്പറ്റി എത്ര പേര് നിൽക്കുന്നു എന്നുള്ളതാണ് സെക്കൻഡറി വാലൻസി മെയിൻ ചെയ്യുന്നത്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നമ്മൾ പഠിച്ചത്, ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്, എന്താണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ഡെഫിനിഷൻ എന്നുള്ളതാണ്. നമ്മൾ ഡിഫൈൻ ചെയ്തു. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു സെൻട്രൽ മെറ്റൽ ആറ്റം ആണ്, എന്റെ ചുറ്റിനും കുറച്ച് അയോൺസും മോളിക്യൂൾസും ഒക്കെ ഉണ്ടാവും. ഞാനൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഞാനൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരിക്കും ഉണ്ടാവുക. ആസ് എ സിംഗിൾ യൂണിറ്റ് അല്ലെങ്കിൽ സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് നിൽക്കുന്നു. ഞാൻ സോളിഡ് സ്റ്റേറ്റിലും എന്നെ പോലെ തന്നെ ഇരിക്കുന്നു. ഇനി എന്നെ പിടിച്ച് വെള്ളത്തിലോ വേറെ ഏതെങ്കിലും സോൾവെന്റ് ഇട്ടാലും ഞാനും എന്റെ പിള്ളേരും അങ്ങനെ തന്നെ നിൽക്കും. എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരത്തില്ല. പക്ഷേ മോർ സോൾട്ടോ അല്ലെ ഡബിൾ സോൾട്ടോ അങ്ങനെയല്ല. അവരെന്ത് ചെയ്യും? സൊല്യൂഷനിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വഴിക്കേക്ക് പോകും. അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് അയോണായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഈ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടും ഡബിൾ സോൾട്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലായത്. സോ ആ ഒരു മനസ്സിലാക്കിയത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താ? വാട്ട് ഈസ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചാപ്റ്ററിലേക്ക് കയറാനായിട്ട് പോകുന്നേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്ററിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് പീരിയോഡിക് ടേബിളിനകത്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ, സോ നമ്മുടെ പീരിയോഡിക് ടേബിൾ ആണ്. ഈ പീരിയോഡിക് ടേബിളിനകത്ത് ഇങ്ങേയറ്റത്ത് NS1 കോൺഫിഗറേഷനും NS2 കോൺഫിഗറേഷനുമുള്ള 2 കൂട്ടരുണ്ട്. അവരെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നും ആൽക്കലി എർത്ത് മെറ്റൽസ് എന്നും വിളിക്കും. ഇവരാണ് നമ്മളുടെ S ബ്ലോക്ക്. എന്ന് പറയുന്നത്. ഇനി അങ്ങേയറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ NS2,
NP1 to 6 ഈ ഒരു ജനറൽ കോൺഫിഗറേഷൻ വരുന്ന ഈ 13 തൊട്ട് 18 വരെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവരുടെ രണ്ടുപേരുടെ നടുക്ക് കുറച്ച് പേരുണ്ട്, 3 തൊട്ട് 12 വരെയുള്ള ആൾക്കാര്, ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവരെ ഒന്നും അല്ലാതെ താഴെ രണ്ടുപേരെ അല്ലാതെ വെച്ചിട്ടുണ്ട്, ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇവരെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു പീരിയോഡിക് ടേബിളിൽ നമ്മൾ 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. എന്തിന്റെ ബേസിലാണ്? നമ്മുടെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റിലാണ് പോകുന്നത്? ലാസ്റ്റ് ഇലക്ട്രോൺ എസിലാണ് പോകുന്നെങ്കിൽ എസ് ബ്ലോക്ക് എന്ന് വിളിക്കും. ലാസ്റ്റ് ഇലക്ട്രോൺ പിയിലാണ് പോകുന്നെങ്കിൽ പി ബ്ലോക്ക് എന്ന് വിളിക്കും. ലാസ്റ്റ് ഇലക്ട്രോൺ ഡി ബ്ലോക്കിലാണ് പോകുന്നെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കും. ദെൻ ലാസ്റ്റ് ഇലക്ട്രോൺ എഫിലാണ് പോകുന്നെങ്കിൽ അവരെ നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കും. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് എസ് ബ്ലോക്കും അല്ല, പി ബ്ലോക്കും അല്ല, ആരാണ്? നമ്മുടെ ഡി ബ്ലോക്കിലെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഡി ബ്ലോക്കിലുള്ള എലമെന്റ്സിന്റെ ആ ഒരു ഓർഡർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവർ ആരൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. കറക്റ്റ് ആയിട്ട് അത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണം. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന കാര്യമൊക്കെ തന്നെയാണ്, പ്ലസ് ടു തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. സോ നമ്മളുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ടല്ലോ, ഇവരെ നമ്മൾ വീണ്ടും 4 സീരീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഈ സീരീസ് ഉണ്ടല്ലോ, സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയുള്ള ഇവരെ നമ്മൾ 3D സീരീസ് എന്ന് വിളിക്കുന്നു. ദെൻ 4D സീരീസ്, ദെൻ 5D സീരീസ് ആൻഡ് 6D സീരീസ്. ഇതിനകത്ത് 3D 4D 5D മാത്രം നമുക്ക് മതി. ഓക്കെ, സോ 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ് ആൻഡ് 6D. നമ്മൾ ഈ 6D കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല, നമുക്ക് അവരുടെ ആവശ്യമില്ല. പക്ഷേ 3D നമുക്ക് വേണം, 4D നമുക്ക് വേണം, 5D നമുക്ക് വേണം. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും വേണം. അതുപോലെ തന്നെ ഈ ഓർഡർ താഴോട്ടുള്ളത് ആരൊക്കെയാണ്? നമുക്കറിയാം താഴോട്ടുള്ളത് ഗ്രൂപ്പാണ്. അവർക്ക് എന്ത് പ്രോപ്പർട്ടിയാ? സിമിലർ പ്രോപ്പർട്ടി. അപ്പൊ നിങ്ങൾ ഈ മുകളിലുള്ള ആൾക്കാരുടെ കോൺഫിഗറേഷൻ അറിയുവാണെങ്കിൽ അതേപോലെ തന്നെയാണ് താഴോട്ടുള്ളവരുടെയും എന്ത് വരുന്നത്? കോൺഫിഗറേഷൻ വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ 3D സീരീസ്, 4D സീരീസ്, 5D സീരീസിലെ എലമെന്റ്സിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ ആദ്യം 3D സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. സോ 3Dക്കകത്ത് ആദ്യം വരുന്നത് സ്കാൻഡിയം ആണ്. സോ സ്കാൻഡിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, Mn, Fe, CO, നിക്കൽ, കോപ്പർ ആൻഡ് സിങ്ക്. നിങ്ങൾക്ക് ഒരു കോഡ് ഉപയോഗിച്ചിട്ട് ഇത് പഠിക്കാം. നോക്കിയേ, സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ. എന്താ പറഞ്ഞേ? സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ. ഓക്കെ, അപ്പൊ നമ്മൾ 3D പഠിച്ചു കഴിഞ്ഞു. എന്താ? സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ. ഓക്കെ, ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് 3D ആണ്. 3D അറിയാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് 3D നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി താഴോട്ടുള്ളവരെ നോക്കണം. ടൈറ്റാനിയത്തിന് താഴെ വരുന്ന ആരൊക്കെയാണ്? നമ്മുടെ സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ആണ്. ദെൻ വനേഡിയത്തിന് താഴെ വരുന്നത് നിയോഡിയവും അതുപോലെ തന്നെ ടെൻറ്റാലിയം ആണ്. ദെൻ മൊളിബ്ഡിനിയം ആൻഡ് ടങ്ഷൻ ആണ് ക്രോമിയത്തിന് താഴെ വരുന്നത്. ദെൻ MnTCRe, ഫിറോസ്, ഇതാരാണ്? ഫിറോസ് ആണ്. എഫിയുടെ താഴെ വരുന്നത് റുദീനിയവും ഓസ്മിയവും ആണ്. കൊബാൾട്ടിന് താഴെ വരുന്നത് RHIR, റോഡിയവും ഇറിഡിയവും ആണ്. ദെൻ നിക്കലിന്റെ താഴെ പലേഡിയം, പ്ലാറ്റിനം, നീ പോടാ പട്ടിന്ന് പഠിച്ചാൽ മതി. കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ് ആൻഡ് സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി. ഞാൻ പറഞ്ഞു ഇതും വേണം, ഈ താഴോട്ടുള്ളതും കൂടെ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. സോ ക്രോമിയം ആണെന്നുണ്ടെങ്കിൽ ക്രോമിയത്തിനെ പോലെ തന്നെ ആയിരിക്കും മോളിബ്ഡിനിയം, ടങ്സ്റ്റണും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഒരു സീരീസ് ആയിട്ട് ഓർത്തിരിക്കണം, താഴോട്ടുള്ള ആ ഒരു ഇതിൽ ഓർത്തിരിക്കണം. അത് ഏത് ഗ്രൂപ്പിലാണല്ലോ, ഏത് ഇതിനകത്താണ് ബിലോങ് ചെയ്യുന്നത്, അതിന്റെ കോൺഫിഗറേഷൻ എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു മുകളിലത്തുള്ളവരുടെ കോൺഫിഗറേഷൻ പഠിച്ചു കഴിഞ്ഞാൽ താഴോട്ടുള്ളവർ എന്താ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ 3D 4D 5D സീരീസ് നിങ്ങൾ കാണാതെ എഴുതി പഠിക്കണം. നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സും ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി, ഈ 2 സാധനത്തിനകത്തും ഇവരുടെ കാര്യമാണ് വരുന്നത്. ഇവരെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കുക. സോ അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ കെമിസ്ട്രി സബ്ജക്റ്റിലായിക്കോട്ടെ, വേറെ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിൽ ഈ പറഞ്ഞ കെമിസ്ട്രി പഠിച്ച് എക്സാം എഴുതാനായിട്ട് പോകുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം 3D 4D 5D സീരീസ് പഠിക്കുക എന്നുള്ളതാണ്. ഇനി 3Dക്കകത്ത് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്കാണ് ഞാൻ അടുത്തത് വരുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്തത് ഇവരെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇനി ഇവരെ കുറിച്ച് ഒന്ന് പറയാം. സോ 3D, സോറി കളർ ഒന്ന് മായ്ക്കോട്ടെ. ഞാൻ പറഞ്ഞു 3D ഉണ്ട്,
4D ഉണ്ട്, 5D ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 3Dക്കകത്ത് സ്കാൻഡിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ കഴിഞ്ഞു. 3D കഴിഞ്ഞു. ഇനി ഇതിന് താഴെ നോക്കിക്കേ, നമുക്ക് ടൈറ്റാനിയം തൊട്ട് മതി. ടൈറ്റാനിയം താഴെ വരുന്നത് സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ആണ്. ദെൻ NbTA, ക്രോമിയത്തിന്റെ താഴെ മോളിബ്ഡിനിയം, ടങ്സ്റ്റൺ, എമ്മിന്റെ താഴെ MnTcRe, Fe താഴെ ഫിറോസ് ആണ്, RuOS, കൊബാൾട്ടിന്റെ താഴെ RH, IR, നിക്കലിന്റെ താഴെ ആരാ നീബോഡ, അത് തന്നെ. കോപ്പറിന്റെ താഴെ സിൽവർ, ഗോൾഡ്, AgAu, ദെൻ കാഡ്മിയം, മെർക്കുറി. ഇവിടെ കിട്ടിയോ? സോ ഇവരുടെ അറ്റോമിക് നമ്പർ നോക്കണം. 21, 22, 23, 24, 25, 26, ഇയാൾ 27, 28, 29. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ആരെന്ന് പറയുന്നത് ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇവരാണ് എന്ത് ഫോം ചെയ്യുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ട് ഫോം ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഇവരുടെ കോൺഫിഗറേഷൻ, 3Dയുടെ കോൺഫിഗറേഷൻ ആണ് ഞാൻ പറയാനായിട്ട് പോവാ. ഞാൻ പറഞ്ഞു 3D അറിയാന്നുണ്ടെങ്കിൽ താഴെയുള്ളവർക്കെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ഇവരുടെ പ്രത്യേകമായിട്ട് പഠിക്കണ്ട. പക്ഷേ Mന്റെ താഴെ ആരൊക്കെയാ ഉള്ളത്? Mനെ പോലുള്ള ആണ് TcRe. Feയുടെ താഴെ ആരൊക്കെയാ ഉള്ളത്? Ruം OSും അയണിനെ പോലെ തന്നെ അവരുടെ കോൺഫിഗറേഷൻ അങ്ങനെ തന്നെയാ വരിക. സോ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സോ ഞാൻ ഇവരുടെ കോൺഫിഗറേഷൻ ആണ് പറയാനായിട്ട് പോവാ. സോ നിങ്ങൾ എഴുതി പഠിക്കാൻ വേണ്ടി നിങ്ങളോട് ഞാൻ എഴുതി പഠിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ കോൺഫിഗറേഷനിലേക്ക് നേരെ പോവാം. ഓക്കെ, നമ്മൾ 3D സീരീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറയാനായിട്ട് പോകും. ഞാൻ പറഞ്ഞു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇതായതുകൊണ്ട് അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സോ 3D സീരീസിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്കാണ് നമ്മൾ പോവുക. സോ 3D സീരീസിൽ ആദ്യത്തെ ആൾ ആരാണ്? സ്കാൻഡിയം ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 21 ആണ്. നമ്മളൊരു എലമെന്റ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം അറ്റോമിക് നമ്പർ Z നമ്മൾ താഴെ എഴുതും, മാസ് നമ്പർ ആണ് മുകളിൽ എഴുതുക. സോ ഈ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് അറിയാം. സോ 21 സ്കാൻഡിയം എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം 21 എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പറാണ്. ഓക്കെ, സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് 1s2 2s2 അതിന് പകരം നമ്മൾ നോബിൾ ഗ്യാസുമായിട്ട് കണക്ട് ചെയ്തായിട്ട് എഴുതുക. സോ 18 വരുന്നത് ആർഗൺ ആണ്. സോ 18 എന്നുള്ള കോൺഫിഗറേഷൻ ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? ഓക്കെ, ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് n-1 d 1 to 10 ns 1 to 2. എന്താ ഞാൻ പറഞ്ഞത്? n-1 d 1 to 10 ns 1 to 2. ഒരു എക്സെപ്ഷൻ ഉണ്ട്, പലേഡിയം. പലേഡിയത്തിന്റെ കേസിൽ ns കോൺഫിഗറേഷൻ 0, ns 0 ആണ് വരുന്നത്. ഓക്കെ, പലേഡിയം എന്ന് പറയുന്നത് നിക്കലിന്റെ താഴെ വരുന്ന ആളാണ്. അയാളുടെ കോൺഫിഗറേഷൻ 4d10 5f0 ആണ്. അത് നമുക്ക് പിന്നീട് പറയാം. സോ എന്തായാലും ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ n-1 d 1 to 10 ns 1 to 2. അതായത് ഒരു d ഓർബിറ്റൽ ഉണ്ട്, ഒരു s ഓർബിറ്റൽ ഉണ്ട്. സോ ലാസ്റ്റ് ഇലക്ട്രോൺ d ഓർബിറ്റലാണ് വരുന്നെങ്കിലാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിച്ചത്. അപ്പം നമുക്ക് ഇവിടെ ഒരു ഡി ബ്ലോക്കും ഉണ്ട്, സോ d ഓർബിറ്റലും ഉണ്ട്, s ഓർബിറ്റലും ഉണ്ട്. ഈ രണ്ട് ഓർബിറ്റലും എന്ത് ചെയ്യേണ്ടത്? ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മുടെ അറ്റോമിക് നമ്പർ 21 ആണ്. നമ്മൾ 18 പകരം ആർഗൺ എന്ന് എഴുതി. ഇനി പോയിട്ട് ലാസ്റ്റ് ഇലക്ട്രോൺസ് എവിടെയാ വരിക? 3Dയിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത്. സോ 21 ആണ്, 18 വന്നു. 18 കഴിഞ്ഞിട്ട് ഇനി എത്ര ഉള്ളത്? 18 - 21 3 ഇലക്ട്രോൺസ് ഇനിയും വരണം. അപ്പൊ നമുക്കറിയാം എസിനകത്ത് എത്ര ഇലക്ട്രോൺസിനാ നമുക്ക് മാക്സിമം ഫിൽ ചെയ്യാൻ പറ്റുക? 2 ഇലക്ട്രോൺസിനാ. ഓക്കെ, എസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്ത് മാക്സിമം നമുക്ക് 2 ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. P ആണെന്നുണ്ടെങ്കിൽ 3 ഓറിയന്റേഷൻസ് പോസിബിൾ ആണ്. നമുക്ക് മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യാം? 6 ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യാം. D ആണെങ്കിലോ നമുക്ക് 5 ഓറിയന്റേഷൻസ് പോസിബിൾ ആണ്. സോ 1 2 3 4 5 6 7 8 9 10 ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിയിൽ ഫിൽ ചെയ്യാൻ പറ്റും. സോ ഇവിടുത്തെ ഡി ഓർബിറ്റലിനകത്ത് നമുക്ക് മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യാം? 10 ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യാം. നോക്കിയേ, ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ ആർഗൺ 18 എന്ന് എഴുതി. ഇനി പോയിട്ട് 3 ഇലക്ട്രോൺസ് ആണ് ഫിൽ ചെയ്യാനുള്ളത്. ആ 3 ഇലക്ട്രോൺസിനകത്ത് 2 ഇലക്ട്രോൺ എവിടെ വരും? എസിൽ വരും. പോയിട്ട് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്, അത് എവിടെ വരും? ഡിയിൽ വരും. അപ്പം സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താ? നോക്കിയേ, ആർഗൺ AR 3d1 4s2 ആണ്.
എന്തെന്ന് പറയുന്നത് സ്കാൻഡിയത്തിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്കാൻഡിയം കഴിഞ്ഞിട്ട് സ്കൂൾ ടൈമിൽ വിക്രമനാണ്. സോ സ്കൂൾ ടൈമിൽ TI ആണ്. ഇയാളുടെ അറ്റോമിക് നമ്പർ 22 ആണ് വരുന്നത്. സോ ഓൾറെഡി AR എന്ന് പറഞ്ഞാൽ 18 ഇലക്ട്രോൺസ് ഞാൻ ഓൾറെഡി എന്റെ ഓർബിറ്റിനകത്ത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ അതുകൊണ്ട് ഞാൻ എന്നെ നീട്ടി കാണിക്കുന്നില്ല. സോ 18 ഞാൻ എഴുതുന്നു. ഇനി 18 കഴിഞ്ഞിട്ട് 2 ഓർബിറ്റിൽ എനിക്കുണ്ട്. ഒന്ന് 3D ആണ്, ഒന്ന് 4s ആണ്. സോ 18 കഴിഞ്ഞിട്ട് ഇതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 22 അല്ലെ. സോ ഇതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 22 ആണ്. സോ 22 ആയതുകൊണ്ട് 18 ഇവിടെ കൊടുത്തു. പോയിട്ട് 4 ആണുള്ളത്. ആദ്യം 2 ഇലക്ട്രോൺ SC വരുന്നു, ബാക്കി 2 ഇലക്ട്രോൺ ഉണ്ട്, അത് ഇവിടെ വരും, ഡിയിൽ വരും. സോ ടൈറ്റാനിയത്തിന്റെ 2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് AR 3D2 4s2 ആണ്. AR 3D2 4s2 ആണ്. അടുത്ത ആളാരാ? സ്കൂൾ ടൈമിൽ വിക്രമൻ വനേഡിയ 23 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. സോ 18 ഇലക്ട്രോൺസ് ഇവിടെ വന്നു. ഇനി പോയിട്ടൊരു 3D ഉണ്ട്, ഒരു 4s ഉണ്ട്. സോ 18ന് 23 കുറച്ച് 5 ഇലക്ട്രോൺസ് ബാക്കിയുള്ളത്. 2 ഇലക്ട്രോൺസ് എവിടെ വരുമെന്ന് എനിക്കറിയാം, എസിൽ വരും. ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ഇലക്ട്രോൺസ് ഉണ്ട്, അത് എവിടെ വരും? ഡിയിൽ വരും. ഓക്കെ, അപ്പൊ AR 3D3 4s2 എന്നുള്ളതാണ് ആരുടെ കോൺഫിഗറേഷൻ? വനേഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, സ്കൂൾ ടൈമിൽ ക്രോമിയം ആണ്, 24 വരുന്നു. സോ 18 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി പോയിട്ട് ഒരു 3D ഉണ്ട്, ഒരു 4s ഉണ്ട്. സോ 2 ഇലക്ട്രോൺ ഇവിടെ കൊടുത്തു. പോയിട്ട് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ അല്ലേ, 4 ഇലക്ട്രോൺ. സോ ആ രീതിയിൽ ഞാൻ എന്ത് ചെയ്തു? അതിനെ പ്ലേസ് ചെയ്തു. ഇനി അടുത്ത ആൾ ആരാണ്? ക്രോമിയം കഴിഞ്ഞിട്ട് വിക്രമന്റെ MN ആണ്. എന്താ അതിന്റെ ഇലക്ട്രോണിക് അറ്റോമിക് നമ്പർ? 25 ആണ്. ഓക്കെ, 18 ഓൾറെഡി ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 3D ഉണ്ട്, ഒരു 4s ഉണ്ട്. അപ്പൊ 2 ഇലക്ട്രോൺ ഇവിടെ പോയി. പോയിട്ട് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ബാക്കി 5 ഇലക്ട്രോൺ ഉണ്ട്. സോ 5 ഇലക്ട്രോൺ ഇവിടെ വരും. ഇതിന്റെ കോൺഫിഗറേഷൻ വരുന്നത് AR 3D5 4s2 എന്നാണ്. അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെ? 3D സീരീസിന്റെ. എങ്ങനെയാ നോക്കിയേ, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, MN സ്കൂൾ ടൈമിൽ വിക്രമൻ വരെ ആയിട്ടുള്ളൂ. സോ നോക്കിയേ, സ്കാൻഡിയം ആണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മാത്രം മതി. നോക്കിയേ, നമുക്ക് ഏതൊക്കെ ഓർബിറ്റിലാണ് ഫില്ല് ചെയ്യാനുള്ളത്? 3Dയും 4sഉം. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ 4sനകത്ത് എപ്പോഴും എത്ര ഇലക്ട്രോൺസാണ് വരുന്നത്? 2 ഇലക്ട്രോണാണ് വരുന്നത്. സ്കാൻഡിയം ആണ് തുടങ്ങുന്നത് D1, അടുത്തത് D2, D3, D4, D5 അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ല. ഓക്കെ, അപ്പൊ 5 പേരെ പഠിച്ചു. ഇനി അടുത്ത ആരാ? സ്കൂൾ ടൈമിൽ വിക്രമൻ വരെയായി. ഇനി ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. നോക്കിയേ, ഫീസ് കൊടുക്കാൻ നിൽക്കുന്നത് FE ആണ്. FE 26 ആണ് അറ്റോമിക് നമ്പർ. 18 ഓൾറെഡി ഞാൻ ഇവിടെ കൊടുത്തു. പോയിട്ട് നമുക്കൊരു 3D ഉണ്ട്, ഒരു 4s ഉണ്ട്. 18 കഴിഞ്ഞിട്ട് ബാക്കി 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 2 എണ്ണത്തിന് ഇവിടെ കൊടുത്തു. പോയിട്ട് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. സോ 3D6 4s2 എന്ന് വരും. ഇനി അടുത്ത ആൾ 27ാമത്തെ ആള് കൊബാൾട്ട് ആണ്. 27 ആണ് അറ്റോമിക് നമ്പർ. 18 ഇവിടെ കൊടുത്തു. പോയിട്ടൊരു 3D ഉണ്ട്, 4s ഉണ്ട്. 2 എണ്ണം ഇവിടെ വരും. ബാക്കി വരുന്ന 7 എണ്ണം ഇവിടെ വരും, 3Dയിൽ വരും. ദെൻ അടുത്ത ആള് നിക്കലാണ്. 28 നിക്കൽ. 18 എണ്ണം ഇവിടെ കൊടുത്തു. പോയിട്ട് ഇനി 10 എണ്ണത്തെ ഇനി ഫില്ല് ചെയ്യാനുണ്ട്. നമുക്ക് 2 ഓർബിറ്റിലുണ്ട്, 3D ഉണ്ട്, 4s ഉണ്ട്. 2 എണ്ണം ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 8 എണ്ണം ഇവിടെ ആണ്, 3Dയിലാണ് വരുന്നത്. ഇനി അടുത്തത് ആരാ? 29 കോപ്പറിനെ സംബന്ധിച്ച് 18 എണ്ണം ഇവിടെ കൊടുത്തു. ഇനി 11 എണ്ണം കൂടെ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. സോ ഒരു 3D ഉണ്ട്, 4s ഉണ്ട്. 4sൽ 2 എണ്ണത്തിനെ കൊടുത്തു, 3Dയിൽ 10 എണ്ണത്തിനെ കൊടുത്തു. 9 എണ്ണത്തിനെ കൊടുത്തു. സോ 3D9 4s2 എന്ന് വരും. 3D9 4s2 എന്ന് വരും. ഇനി ലാസ്റ്റ് ആരാ ഉള്ളത്? സിങ്കിന്റെ അറ്റോമിക് നമ്പർ എത്ര? 30. 18 കഴിഞ്ഞിട്ട് 12 എണ്ണം കൂടെ ഫില്ല് ചെയ്യണം. 2 എണ്ണത്തെ ഞാൻ SC കൊടുത്തു. ബാക്കി 10 എണ്ണത്തെ ഞാൻ എവിടെ കൊടുത്തു? 3Dയിൽ കൊടുത്തു. നോക്കിയേ, 3D1, 3D2, 3D3, 3D4, 3D5, 3D6, 3D7, 3D8, 3D9, 3D10. 4s എന്താ? എപ്പോഴും 2 ആ. അപ്പൊ സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നിങ്ങൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇതിനകത്ത് 2 പേര് എക്സെപ്ഷൻ കാണിക്കുന്നുണ്ട്. 2 പേര് എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ D ഓർബിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്റ്റെബിലിറ്റി, ഇപ്പോൾ ഏതൊരു ഓർബിറ്റിനെ സംബന്ധിച്ച് അതിന്റെ സ്റ്റെബിലിറ്റി പറയുന്ന സമയത്ത്, സോ D ഓർബിറ്റിനകത്ത് നിങ്ങൾക്കറിയാം ഇവിടെ നമുക്ക് 1, 2, 3, 4 നമുക്ക് 5 ഓറിയന്റേഷൻസ് പോസിബിൾ ആണ്. അപ്പോ ഇവരൊന്നെങ്കിൽ 1, 2, 3, 4, 5 ഈ രീതിയിൽ ഹാഫ് ഫിൽഡ് ആയിട്ട് നിൽക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതായത് D5 ആയിട്ടോ D10 ആയിട്ടോ ഇവർ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഇവർ മോർ സ്റ്റേബിൾ ആണ് നമ്മൾ പറയും. സോ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റിലാണെങ്കിലോ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റിലാണോ, അങ്ങനെയാണെങ്കിൽ ആ ഒരു സിസ്റ്റം എന്താ? സ്റ്റേബിൾ ആണ് നമ്മൾ പറയും. അപ്പൊ അതനുസരിച്ച് ഇതിനകത്ത് 2 പേര് എന്ത് കാണിക്കുന്നുണ്ട്? എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞതിനകത്ത് 2 പേരുടെ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ അതേപോലെ തന്നെയാ വരിക. സോ ആ 2 പേര് ആരൊക്കെയാ?
ആ രണ്ട് പേരെന്ന് പറയുന്നത് ഒരാള് ക്രോമിയം ആണ്. ഓക്കെ, ക്രോമിയത്തിന്റെ കേസ് നമ്മൾ എന്താ എഴുതിയത്? AR 3D4 3D4 4s2 ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ ഇങ്ങനെയല്ല. എന്താ? ഇങ്ങനെയല്ല. സോ ARന്റെ കേസിൽ അല്ല, ക്രോമിയത്തിന്റെ കേസിൽ അങ്ങനെ അല്ല വരുന്നത്. ഇപ്പൊ നിങ്ങൾ എഴുതി കാണും അല്ലേ? അങ്ങനെയല്ല. എങ്ങനെയാ വരുന്നത്? നോക്കിയേ നോക്കിയേ, ക്രോമിയത്തിന്റെ കേസിൽ ശരിക്കും ഞാൻ ഇങ്ങോട്ട് എഴുതാം. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് AR 3D4 4s2 എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അങ്ങനെ അല്ല വരുന്നത്. എന്താ വരിക? 3D5 4s1 3D5 4s1. കാരണം എന്താ? 3D5 എന്ന് പറയുന്നത് എന്താ? സ്റ്റേബിൾ കോൺഫിഗറേഷൻ. സോ 3D4 4s2നെ ക്രോമിയം എന്തോ ചെയ്യും? അത് 3D5 4s1 ആക്കിയാണ് മാറും. കാരണം ക്രോമിയത്തിനെ സംബന്ധിച്ച് ഒരു സ്റ്റേബിൾ ആയാൽ മതി. സോ സ്റ്റേബിൾ ആകാൻ വേണ്ടി എന്ത് സംഭവിക്കും? ക്രോമിയം 3D5 4s1ലേക്ക് പോകും. ഇനി ഇതുപോലെ തന്നെ ഒരാളോടുണ്ട്. അതാരാ? നമ്മുടെ കോപ്പറ. കോപ്പറിന്റെ കോൺഫിഗറേഷൻ എന്താ? 29 ആണ് അറ്റോമിക് നമ്പർ. സോ AR 3D9 4s2 എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കോൺഫിഗറേഷൻ. പക്ഷെ ഇതല്ല ഇതിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതിന്റെ കോൺഫിഗറേഷൻ എന്താ വരിക? നോക്കിയേ, കോപ്പർ 29 18 അവിടെ കിടന്നോട്ടെ, അതിന് മാറ്റമൊന്നുമില്ല. Then 3D10 4s1 എന്താ വരിക? 3D10 4s1. കാരണം എന്താണ്? D10 കോൺഫിഗറേഷൻ സ്റ്റെബിലിറ്റി കൊടുക്കും. സോ അത് D10 ആയിട്ട് മാറാൻ ശ്രമിക്കും. D9 അല്ല, അത് D10 ആയിട്ട് മാറിയിട്ട് എസിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. D10 4s1 എന്നുള്ള സിസ്റ്റത്തിലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും അവര് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക. പിടി കിട്ടിയോ? നോക്കിയേ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. നമ്മളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുന്ന സമയത്ത് ക്രോമിയത്തിനും കോപ്പറിനും എന്താ കോൺഫിഗറേഷൻ അത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അവർ ചെറിയ എക്സെപ്ഷണൽ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. സോ ഇവിടെ D5 വരുന്നതിന് കാരണം അവര് ഹാഫ് ഫിൽഡ് ആണ്. ഹാഫ് ഫിൽഡ് ആണെങ്കിൽ അവരെന്താണ്? സ്റ്റേബിൾ ആണ്. D5 എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് ആണ്, അവർ സ്റ്റേബിൾ ആണ്. ഇനി കോപ്പറിന്റെ കേസിലോ D10 ആണ്, അവര് ഫുള്ളി ഫിൽഡ് ആണ്. ഫുള്ളി ഫിൽഡ് ആണെന്നുണ്ടെങ്കിലും എന്താണ്? അവര് സ്റ്റേബിൾ ആണ്. പിടി കിട്ടിയോ? ഓക്കെ, അപ്പൊ നമ്മള് കോൺഫിഗറേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതൊന്നുകൂടെ എഴുതാം. സോ നോക്കിയേ, നിങ്ങൾ എന്റെ കൂടെ ഒരു വട്ടം കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മളിത് പഠിക്കും. ഓക്കെ, സോ നോക്കിയേ, നമ്മൾ ആദ്യം തൊട്ട് ഒന്നുകൂടെ എഴുതാനായിട്ട് പോവാണ്. സോ ഡി ബ്ലോക്കിന്റെ കേസിൽ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ N-1 D 1 to 10 NS 1 to 2 എന്നുള്ളതാണ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഞാൻ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു? സ്കാൻഡിയത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 21 ആണ്. സോ സ്കാൻഡിയത്തിന്റെ കേസിൽ AR 3D ഉണ്ട്, 4s ഉണ്ട്, 3D 4s2 3D1 eന്നുള്ളതാണ് സ്കാൻഡിയത്തിന്റെ കോൺഫിഗറേഷൻ. സ്കാൻഡിയം കഴിഞ്ഞിട്ട് ടൈറ്റാനിയം വരുന്നു. 22 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അറ്റോമിക് നമ്പർ വരുന്നത്. AR 3D ഉണ്ട്, 4s ഉണ്ട്, 4s2 3D2 ആണ് ഇതിന്റെ കോൺഫിഗറേഷൻ. നെക്സ്റ്റ് സ്കൂൾ ടൈമിൽ വിക്രമനാണ്. V 23 ആണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. AR 3D3 4s2 3D3 4s2. ഇനി ക്രോമിയം ആണ് വരുന്നത്. 24 ആണ് വരുന്നത്. ഞാൻ പറഞ്ഞു ക്രോമിയത്തിന്റെ കേസിൽ അവരുടെ കോൺഫിഗറേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അല്ല. 3D4 4s2 എന്നാണ് വരേണ്ടത്. പക്ഷെ എങ്ങനെയാണ്? 3D5 4s1 3D5 4s1 എന്നാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിലൊരു ബോക്സ് വരച്ച് വെക്കുക. അവരെന്താ സ്പെഷ്യൽ കേസാ. ഇനി അടുത്തത് 25 അറ്റോമിക് നമ്പർ വരുന്നത് MN ആണ്. AR 3D5 4s2 3D5 4s2 വരുന്ന ആർക്കാണ്? നമ്മുടെ MN ആണ് 3D5 4s2 വരുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടോ ഇത് കഴിഞ്ഞിട്ട് വരുന്നത് 26 Fe ആണ്. അറ്റോമിക് നമ്പർ 26 ആണ്. സോ AR 3D6 4s2 എന്ന് വരും. നെക്സ്റ്റ് 27 കൊബാൾട്ട് ആണ്. AR 3D7 4s2 എന്ന് വരും. അത് കഴിഞ്ഞിട്ട് 28 നിക്കൽ ആണ്. AR 3D8 4s2 എന്ന് വരും. ഇനി കോപ്പർ ആണ്. കോപ്പറിന്റെ കേസിൽ എക്സെപ്ഷൻ ആണ് ഞാൻ പറഞ്ഞു. AR 3D10 4s1. നമ്മൾ 3D9 4s2 എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല. 3D10 4s1 എന്നാണ് വരിക. ഇനി അടുത്തത് സിങ്ക് ആണ്.
30 AR 3D10 ഫോറസ്റ്റ് AR 3D10 ഫോറസ്റ്റ്. അപ്പൊ നമ്മള് എക്സെപ്ഷണൽ ആയിട്ട് ഓർത്തിരിക്കാനായിട്ടുള്ളത് ആരൊക്കെയാ നോക്കിയേ. ഈ ക്രോമിയത്തിന്റെ കേസ് നിങ്ങൾ ഓർത്തിരിക്കണം. ഇവര് എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ആണ് കാണിക്കുന്നത്. 24 ആണ് അറ്റോമിക് നമ്പർ. AR 3D5 ഫോറസ് 1 എന്നാണ് കോൺഫിഗറേഷൻ വരുന്നത്. അതുപോലെ തന്നെ 29 ഉള്ള കോപ്പർ ഉണ്ടല്ലോ. ആ കോപ്പറിന്റെ പ്രത്യേകത എന്താണ്? അവര് AR 3D10 ഫോറസ് 1 എന്നുള്ള കോൺഫിഗറേഷൻ ആണ് കാണിക്കുന്നത്. ബാക്കി നിങ്ങൾ ചുമ്മാ അങ്ങ് പഠിച്ചാൽ മതി. നോക്കിയേ, 21 ആണെങ്കിൽ D1, 22 ആണെങ്കിൽ D2, 23 ആണെങ്കിൽ D3, 25 ആണെങ്കിൽ D5, 26 ആണെങ്കിൽ D6, 27 ആണെങ്കിൽ D7, 28 ആണെങ്കിൽ D8, 30 ആണെങ്കിൽ D10. രണ്ടുപേരുടെ കേസിലെ വ്യത്യാസം വരുന്നുള്ളൂ. ഏതൊക്കെയാ? നാലാമത് വരുന്ന ആളും 9ാമത് വരുന്ന ആളും. അവരുടെ കേസിൽ മാത്രം എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഞാൻ പറഞ്ഞു സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം. കോഡ് ഓർത്തിരിക്കുക. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ എന്നുള്ളതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഇനി ടൈറ്റാനിയം, വനേഡിയത്തിന്റെ താഴെ വരുന്ന ആരൊക്കെയാ? ഇവരുടെ കോൺഫിഗറേഷൻ പോലെ തന്നെ ആയിരിക്കും അവർക്ക്. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് 3D സീരീസ് ആയതുകൊണ്ട് 3D വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ അടുത്ത ആള് 4D ആയതുകൊണ്ട് 4D വെച്ച് സ്റ്റാർട്ട് ചെയ്യും. സോ 4D 5s എന്നായിരിക്കും വരിക. ഓക്കെ, നോക്കിയേ, നമ്മളുടെ MnTCR നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സോ എമ്മിന്റെ കോൺഫിഗറേഷൻ എന്താ? എമ്മിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് AR 3D5 ഫോറസ്റ്റ് 2 3D5 ഫോറസ്റ്റ് 2 അല്ലേ? അപ്പൊ TCR എന്താ വരിക? 4D5 5s2 എന്ന് വരും. RE ആണെങ്കിലോ 5D5 6s2 എന്ന് വരും. എന്താ സംഭവിക്കുന്നത്? ഇത് 3D സീരീസ് ആണ്, അതുകൊണ്ട് 3D 4s വരും. ഇത് 4D സീരീസ് ആണ്, 4D 5s വരും. ഇത് 5D സീരീസ് ആണ്, അതുകൊണ്ട് 5D 6s എന്ന് വരും. അത്രയും വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. 3D മാറിയിട്ട് 4D ആവുന്നു, 5s ആവും. ഓക്കെ, 3D മാറിയിട്ട് 4D ആവുന്നു, 5s ആവുന്നു. ദെൻ അടുത്ത സീരീസ് 5Dയുടെ കേസിൽ 5D ആവുന്നു, 6s ആവുന്നു. അത്രയും വ്യത്യാസം മാത്രമേ ബാക്കിയുള്ള താഴോട്ടുള്ളവർക്ക് വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യുക, 3D സീരീസിന്റെ കോൺഫിഗറേഷൻ പഠിക്കുക. ബാക്കിയുള്ളവർക്കെല്ലാം അതുപോലെ തന്നെയാണ് കോൺഫിഗറേഷൻ വരുന്നത്. D ഓർബിറ്റിലും S ഓർബിറ്റിലും മാറുന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു? 30 വരെയുള്ള ആൾക്കാരെ കറക്റ്റ് ആയിട്ട് പഠിച്ചു. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ പീരിയോഡിക് ടേബിളിനകത്ത് 3D സീരീസ്, 4D സീരീസ് ആൻഡ് 5D സീരീസ് ആണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഈ 3D സീരീസിലെ ആൾക്കാരുടെ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി ഇതിനകത്ത് ഒരു പോയിന്റ് കൂടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ഈ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഉണ്ടല്ലോ. നമ്മുടെ സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി, ഇവരെ നമ്മൾ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതിന് കാരണം ഇവർ ശരിക്കും ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല. അതിന് കാരണം ഇവരുടെ കോൺഫിഗറേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സിങ്കിന്റെ കോൺഫിഗറേഷൻ എന്തായിരുന്നു? ഇപ്പോൾ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. സിങ്കിന്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 3D10 ഫോറസ്റ്റ് 2 ആണ്. അതായത് ഒരു ട്രാൻസിഷൻ എലമെന്റിന്റെ ഡെഫിനിഷൻ, അല്ലെ ഡി ബ്ലോക്കിന്റെ ഡെഫിനിഷൻ എന്ന് പറയാൻ ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാ? അയാൾക്ക് ഒരു പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിലാണ്. അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലോ എക്സൈറ്റഡ് സ്റ്റേറ്റിലോ ഒരു പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്. സോ ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല. എന്താ? കംപ്ലീറ്റ്ലി ഫിൽഡ്. ഡി ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ അയാളെ എന്താന്ന് വിളിക്കാൻ പറ്റത്തില്ല, നമുക്ക് ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കാനായിട്ട് പറ്റത്തില്ല. സോ ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ആണ്. സിങ്കിന് കാണിക്കാൻ പറ്റുന്ന മാക്സിമം ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. സോ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ പോലും എന്ത് സംഭവിക്കും? ഇത് 3D10 തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് കാഡ്മിയം, അതുപോലെ തന്നെയാണ് മെർക്കുറിയും വരുന്നത്. ഓക്കെ, അപ്പൊ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറയുന്നത് ട്രാൻസിഷൻ എലമെന്റ് അല്ല, അവരെ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് സിങ്കും, കാഡ്മിയം, മെർക്കുറിയും അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലും എക്സൈറ്റഡ് സ്റ്റേറ്റിലും D10 കോൺഫിഗറേഷനിലാണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ഡി ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റില്ല? ട്രാൻസിഷൻ എലമെന്റ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇത്രേ ഉള്ളൂ, പോയിന്റ് ഇത്രേ ഉള്ളൂ. സിങ്ക്, കാഡ്മിയം, മെർക്കുറിയും നമ്മൾ ഇവരുടെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിലും ഇവരെന്തല്ല? അവർ ട്രാൻസിഷൻ എലമെന്റ് അല്ല. കാരണം അവരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷനും D10 കോൺഫിഗറേഷൻ ആണ്. എക്സൈറ്റ് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് 2 ഇലക്ട്രോണിനെ മാക്സിമം വിട്ടുകൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വിട്ടുകൊടുത്താൽ പോലും അവർ എന്തിനാ? D10 തന്നെയാണ് നിൽക്കുന്നത്. ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റിലാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോകുന്ന സമയത്ത് ആ ഒരു പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റിൽ ആകാനായിട്ട് ശ്രമിക്കും. സോ അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് വിളിക്കുന്നത്. സിങ്കിനെയും കാഡ്മിയത്തെയും മെർക്കുറിയും നമ്മൾ എന്താ വിളിക്കുക? സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കുക. അവർ ട്രാൻസിഷൻ എലമെന്റിനെ പോലെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് നമ്മൾ പറയുക. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു
ഇപ്പോഴും നമ്മൾ എവിടെ നിൽക്കുന്നേ ഉള്ളൂ? നമ്മൾ ട്രാൻസിഷൻ എലമെന്റ് ഡെഫിനേഷൻ പഠിച്ചു, കോർഡിനേഷൻ കോമ്പൗണ്ട് ഡെഫിനേഷൻ പഠിച്ചു, ട്രാൻസിഷൻ എലമെന്റ്സ് എന്താണെന്ന് പഠിച്ചു. ഇനി ഈ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ എന്താണ്? ഓക്കെ, അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്, അല്ലെ ബി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്. അവരൊന്നും ട്രാൻസിഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നില്ല, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നില്ല. നമ്മൾ ആരാ ഫോം ചെയ്യുന്നത്? ട്രാൻസിഷൻ എലമെന്റ്സ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിച്ച 3D 4D 5D സീരീസിലുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ബിഹേവ് ചെയ്തിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. എന്താണ് അതിന്റെ റീസൺ? ഓക്കെ, the transition metal ions form complexes because they have vacant d orbital to accept electrons. അവർക്ക് എന്തുണ്ട്? വേക്കന്റ് ആയിട്ടുള്ള d orbitals ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അവർ നോർമൽ ബാലൻസിക്ക് ബിയോണ്ട് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരെയാണല്ലോ നമ്മൾ എന്തെന്ന് വിളിച്ചത്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിച്ചത്. രണ്ടാമത്തെ റീസൺ നോക്കിയേ, ദേ ഹാവ് ഹൈ ചാർജ് ഡെൻസിറ്റി ടു അട്രാക്ട് ലിഗാൻഡ്സ്. നിങ്ങൾ 3D സീരീസും 4D സീരീസും 5D സീരീസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേകിച്ച് സ്ക്രീനിങ് എഫക്റ്റ് ഉണ്ടാകത്തില്ല. നോ സ്ക്രീനിങ് എഫക്റ്റ്. നോ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയാൻ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയുക, അവർക്ക് സ്ക്രീനിങ് എഫക്റ്റ് ഇല്ല. അപ്പോൾ ഒരു മെറ്റൽ ഇവിടെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ലിഗാൻസ്, നമ്മൾ ലിഗാൻഡ് ഒക്കെ എന്താന്ന് പഠിക്കും. അപ്പൊ ലിഗാൻഡ് എന്ന് ഇപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ലിഗാൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഈ രീതിയിൽ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അവർ ഇതിലേക്ക് മെറ്റലിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും, ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ലിഗാൻസ് വിട്ടേക്ക്. ലിഗാൻഡ് എന്താണെന്ന് അറിയത്തില്ലല്ലോ. നമ്മൾ അയോൺസ് എന്നും മോളിക്യൂൾസ് എന്നും വിളിക്കാം. അയോൺസ് എന്നും നമ്മൾ ആദ്യം അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്, അതിന് ചുറ്റിനും കുറച്ച് അയോൺസും മോളിക്യൂൾസും ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഈ അയോൺസിനെ മോളിക്യൂൾസിനെയാണ് നമ്മൾ പിന്നീട് ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. ലിഗാൻഡ് എന്താ നമുക്ക് പഠിക്കാം. സോ ഈ അയോൺസിനും മോളിക്യൂൾസിനും എന്ത് ചെയ്യാൻ പറ്റും? സ്ക്രീനിങ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെറ്റലുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. സോ ഡി ഓർബിറ്റൽ ഉണ്ട്, വേക്കന്റ് ആണ്. രണ്ടാമത്തെ റീസൺ, ചാർജ് ഡെൻസിറ്റി, ലിഗാൻഡിന് അട്രാക്ട് ചെയ്യാനുള്ള ചാർജ് ഡെൻസിറ്റി വളരെ കൂടുതലാണ് മെറ്റലിന്. മൂന്നാമത്തേത്, അവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനായിട്ട് പറ്റും. പല ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അവർക്ക് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് കോംപ്ലക്സ് ഫോർമേഷൻ എബിലിറ്റി ഉണ്ടെന്നാണ് നമ്മൾ പറയുക. ഇനി അടുത്ത എന്താ? അവരുടെ സൈസും ജോമെട്രിയും സ്യൂട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഫ്രം CFSE, അത് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്നാണ് വിളിക്കുക. CFSE എന്താണ്? CFSE എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഇത് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്കകത്ത് പഠിക്കും എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്നുള്ളത്. അപ്പം ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്? കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നത്. ഈ കോംപ്ലക്സുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്? അവർക്ക് വേക്കന്റ് ഡി ഓർബിറ്റൽ ഉണ്ട്, അവർക്ക് ലിഗാൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും, കാരണം അവർക്ക് ഹൈ ചാർജ് ഡെൻസിറ്റി ആണ്, അവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ സൈസും ജോമെട്രിയും. ദെൻ അവർക്കൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി എവിടുന്ന് വരുന്നുണ്ട്? ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്. ആ മെറ്റൽ ആറ്റം എവിടെയുള്ള ആളാ? ട്രാൻസിഷൻ എലമെന്റ്സിലുള്ള ആളാ. ഇനി എന്തുകൊണ്ടാണ് ഈ സെൻട്രൽ മെറ്റൽ ആറ്റം ലിഗാൻസിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ അയോൺസിനെയും മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞത്? എനിക്ക് എന്തുണ്ട്? വേക്കന്റ് ഡി ഓർബിറ്റലുണ്ട്, എനിക്ക് എന്തുണ്ട്? ഹൈ ചാർജ് ഡെൻസിറ്റി ഉണ്ട്. അപ്പൊ എന്നെ സ്വാഭാവികമായിട്ടും അയോൺസും മോളിക്യൂൾസും അട്രാക്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പിന്നെ സ്റ്റെബിലൈസേഷൻ എനർജി എനിക്കുണ്ട്. ഓക്കെ, സോ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്? എന്താണ് അതിന്റെ റീസൺസ്? അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്നുള്ള രീതി ചോദിക്കും. സോ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഓർത്തിരിക്കണം. അവർക്ക് വേക്കന്റ് ഡി ഓർബിറ്റൽ ഉള്ളതുകൊണ്ട് അവർ കോംപ്ലക്സ് ഫോം ചെയ്യാം, ഹൈ ചാർജ് ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് കോംപ്ലക്സ് ഫോം ചെയ്യാം, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട് അവർക്ക് കോംപ്ലക്സ് ഫോം ചെയ്യാം, സ്റ്റേബിൾ സൈസും ജോമെട്രി ആയതുകൊണ്ട് അവർക്ക് കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യാം, ആൻഡ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഫ്രം ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. ഇത്രയും റീസൺസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. പിടികിട്ടിയോ? സോ നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്താണെന്ന് പഠിച്ചു. എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നതെന്ന് പഠിച്ചു. ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? 3D 4D 5D 6D. 6D നമുക്ക് വേണ്ട, 3D 4D 5D. അതിനകത്ത് 3D സീരീസ് നമ്മൾ പഠിച്ചു, 4D സീരീസ് നമ്മൾ പഠിച്ചു, ഞാൻ പഠിപ്പിച്ചു, നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. 5D സീരീസ് നമ്മൾ പഠിച്ചു. ഇനി 3Dയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചു. സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെ സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി നോക്കി. അതിനകത്ത് രണ്ടുപേര് എക്സെപ്ഷൻ കാണിക്കുന്നുണ്ട്, ക്രോമിയവും കോപ്പറും. ക്രോമിയം എന്ന് പറഞ്ഞാൽ AR 3D5 4s1 കോപ്പർ AR 3D10 4s1 ആണ്. കാരണം ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ ആണ്, മറ്റേത് ഫുള്ളി ഫിൽഡ് സ്റ്റേബിൾ ആണ്. അപ്പൊ രണ്ട് എക്സെപ്ഷൻ ഉണ്ട്. ആ കോൺഫിഗറേഷൻ പോലെയാണ് ബാക്കിയുള്ള സീരീസിലുള്ള എല്ലാവർക്കും. അത്രയും നമ്മൾ പറഞ്ഞു. എന്നിട്ട് റീസൺസ് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ചില ഇമ്പോർട്ടന്റ് ടേംസുകളുണ്ട്. നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ചില ടേംസ് ഉണ്ട്. ആ ടേംസിന്റെ മീനിങ് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ,
ഓക്കെ, നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ 3D സീരീസ്, 4D സീരീസ്, 5D സീരീസിലുള്ള എലമെന്റ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. 3D സീരീസിലുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു. അതിനകത്ത് രണ്ടുപേര് എക്സെപ്ഷൻ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ക്രോമിയവും കോപ്പറും. എന്താണ് അതിന്റെ റീസൺ എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാല് അവർക്കൊരു മെറ്റൽ ഉണ്ടാവും, ആ മെറ്റലിന് ചുറ്റിനും കുറച്ച് അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവും, അവരൊരു എൻറ്റിറ്റി പോലെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഈ മെറ്റൽ എന്ന് പറയുന്നത് സെൻട്രൽ മെറ്റൽ അയോൺ അല്ലെങ്കിൽ ആ മെറ്റൽ എന്ന് പറയുന്നത് ആരാണെന്ന് പറഞ്ഞു? ട്രാൻസിഷൻ എലമെന്റിലെ ഉള്ള ആ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് ആ മെറ്റൽ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ചില ടെർമിനോളജീസ് ആണ് പഠിക്കാനായിട്ട് പോവുക. സോ ഓൾറെഡി നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദേ ആർ കോമ്പൗണ്ട്സ് ഇൻ വിച്ച് എന്താ സെൻട്രൽ മെറ്റൽ ആറ്റം ഈസ് ബോണ്ടഡ് ടു എ നമ്പർ ഓഫ് ആനിയോൺസ് ഓർ ന്യൂട്രൽ മോളിക്യൂൾസ് ബൈ കോർഡിനേറ്റ് ബോണ്ട്. നമ്മൾ കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോവാണ്. നമുക്ക് ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്, ചുറ്റിനും അയോൺസ് അല്ലെ മോളിക്യൂൾസ് എന്നാണ് പറഞ്ഞത്. ആനയോൺസ് ആകാം, ന്യൂട്രൽ മോളിക്യൂൾസ് ആകാം. ഈ മെറ്റലിന് ചുറ്റിനും ഉണ്ട്. ഈ മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞത്? കോർഡിനേറ്റ് ബോണ്ടാന്നാ പറഞ്ഞത്. ഓക്കെ, സോ മെറ്റൽ ഉണ്ട്, അയോൺസ്, ആനയോൺസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട്. ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇന്ററാക്ഷൻ ഏത് മൂലമാണ്? കോർഡിനേറ്റ് ബോണ്ട് മൂലമാണ്. അതുകൊണ്ട് ഈ കോമ്പൗണ്ട്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. ഇനി നോക്കിയേ, കോർഡിനേഷൻ എൻറ്റിറ്റി എന്താണ്? കോർഡിനേഷൻ കോംപ്ലക്സ് അയോൺ അല്ലെങ്കിൽ കോർഡിനേഷൻ സ്പിയർ എന്താണെന്നുള്ളത്. സോ ഓൾറെഡി കോർഡിനേഷൻ എൻറ്റിറ്റി എന്താ നമ്മൾ പറഞ്ഞു. കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റല്, അതിന് ചുറ്റിനും കുറച്ച് അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്. അയോൺസും മോളിക്യൂൾസും മാറ്റിയിട്ട് ഇപ്പൊ നമ്മള് ആനയോൺസ് അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു. അപ്പൊ മെറ്റലും ആ ഒരു ആനയോൺസും ന്യൂട്രൽ മോളിക്യൂൾസും ചേർന്നുള്ള അതിനെ എൻറ്റിറ്റി എന്ന് വിളിക്കും. ഇനി ഇതിനൊരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോർഡിനേഷൻ സ്പിയർ എന്ന് വിളിക്കും. ഓക്കെ, എൻറ്റിറ്റി എന്താണ്? കോർഡിനേഷൻ സ്പിയർ എന്താണ്? കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ the coordination entity constitutes a central metal atom or ion bonded to a fixed number of oppositively charged ions or neutral molecules. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കിയേ, കൊബാൾട്ട് Cl3 NH3 3 times. നമ്മൾ ഈ ഒരു കോംപ്ലക്സ് എടുക്കുന്നു, കൊബാൾട്ട് Cl3 NH3 3 times. ഈ കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഈ കൊബാൾട്ടും 3 Cl-ഉം 3 അമോണിയയും ചേർത്താണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇട്ടാൽ ഇത്രയും ആൾക്കാരെ എന്താ നമ്മൾ വിളിക്കുക? അവരെ നമ്മൾ കോർഡിനേഷൻ സ്പിയർ എന്ന് വിളിക്കും. ഓക്കെ, അതാണ് നമ്മൾ അടുത്തത് പറയാനായിട്ട് പോകുന്നത്. സോ കോർഡിനേഷൻ എൻറ്റിറ്റി എന്താണെന്ന് മനസ്സിലായി. ഇനി കോർഡിനേഷൻ സ്പിയർ എന്താണെന്നാ പറയാൻ പോകുന്നത്. ദ സെൻട്രൽ മെറ്റൽ ആറ്റം or ion and the molecules or ion bonded to it are enclosed in a square bracket and is collectively called the coordination sphere. അപ്പോൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇട്ടു, അവരെല്ലാവരും കൂടെ അതിനകത്ത് ഇരിക്കുന്നു, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോർഡിനേഷൻ സ്പിയർ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ്, this part of the complex behaves as one unit. ഈ one unit എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. and is not ionizable. ഇവരെന്തല്ല? അയണൈസബിൾ അല്ല. അവരൊരു യൂണിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. ഇവരെന്ത് ചെയ്യത്തില്ല? അയണൈസ് ചെയ്യത്തില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, it is generally written in square brackets. The ionizable groups, നോക്കിയേ, ionizable groups are written outside the bracket and are called counter ions. എന്താ വിളിച്ചത്? അവരെ നമ്മൾ കൗണ്ടർ അയോൺസ് എന്നാണ് വിളിച്ചത്. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള ആൾക്കാർ ഒരു യൂണിറ്റ് പോലാണ് ഇരിക്കുന്നത്, അവർ അയണൈസ് ചെയ്യത്തില്ല. ഇനി അയണൈസ് ചെയ്യുന്നവരെ എവിടെ എഴുതുന്നു? സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്താണ് എഴുതുന്നത്. നമ്മൾ കണ്ടു ആ ഒരു കോംപ്ലക്സ്, നമ്മുടെ നിക്കലിന്റെ കോംപ്ലക്സ് ഓർക്കുന്നുണ്ടോ? നിക്കൽ NH3 6 times ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് Cl2 നമ്മൾ പുറത്താണ് എഴുതിയത്. അപ്പൊ വെള്ളത്തിൽ ഇട്ട സമയത്ത് എന്താ സംഭവിച്ചത്? ഡിസോൾവ് ചെയ്ത സമയത്ത് നിക്കൽ NH3 6 times 2 പോസിറ്റീവ് എന്നും പുറത്തുള്ള അവർ എന്ത് ചെയ്തിട്ടുണ്ട്? അയണൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുറത്തുള്ള ആ ക്ലോറൈഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാൻ പോകുന്നത്? കൗണ്ടർ അയോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താ കൗണ്ടർ അയോൺസ്? അയണൈസബിൾ ആയിട്ടുള്ള കോർഡിനേഷൻ സ്പിയറിന് പുറത്തുള്ള അയോൺസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൗണ്ടർ അയോൺസ്. അവിടെ പ്രത്യേകത എന്താണ്? അവർ അയണൈസബിൾ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഇവിടെ എക്സാമ്പിൾ, വേറെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. കൊബാൾട്ട് NH3 4 times Cl2 Cl. അപ്പൊ പുറത്ത് ഒരു Cl നിപ്പുണ്ട്. അപ്പൊ കോർഡിനേഷൻ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ കോംപ്ലക്സിലെ മെറ്റലും ലിഗാൻസും നിൽക്കുന്നു. അതിനുശേഷം പുറത്തുള്ളവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കൗണ്ടർ അയോൺസ് എന്ന് വിളിക്കുന്നു.
കൗണ്ടർ അയോൺസ് എന്ന് വിളിക്കുന്നു. അപ്പൊ നോക്കിയേ, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് നമുക്ക് പറയാം. നമുക്ക് മെറ്റൽ ഉണ്ട്, മെറ്റലിനെ ചുറ്റിപ്പറ്റി കുറച്ച് അയോൺസ് ഉണ്ട്, ഇവരെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇട്ടു. ഇനി പുറത്തുള്ള അയോൺസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, അവരെ നമ്മൾ കൗണ്ടർ അയോൺസ് എന്ന് വിളിക്കുന്നു. ഇങ്ങനത്തെ സാധനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്, കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ കോർഡിനേഷൻ കോംപ്ലക്സ് ഉണ്ടല്ലോ, ഈ കോർഡിനേഷൻ സ്പിയർ ഉണ്ടല്ലോ, ഈ കോർഡിനേഷൻ എന്റിറ്റി അല്ലെങ്കിൽ കോർഡിനേഷൻ സ്പിയറിന് ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ് ആകാം, അല്ലെങ്കിൽ അതൊരു ന്യൂട്രൽ സ്പീഷീസ് ആകാം. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനെ കാറ്റയോണിക് കോംപ്ലക്സ് എന്ന് വിളിക്കും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ അതിനെ ആനയോണിക് കോംപ്ലക്സ് എന്ന് വിളിക്കും. ഇനി ന്യൂട്രൽ ആണെന്നുണ്ടെങ്കിലോ, ന്യൂട്രൽ ആണ് പ്രത്യേകിച്ച് ഒന്നും വിളിക്കണ്ട, ന്യൂട്രൽ കോംപ്ലക്സ് എന്ന് വിളിച്ചാൽ മതി. സോ കാറ്റയോണിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോർഡിനേഷൻ എന്റിറ്റി ഉണ്ടല്ലോ, അതിനൊരു പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദ കോംപ്ലക്സ് അയോൺ ഓർ കോർഡിനേഷൻ എന്റിറ്റി വിച്ച് ഹാസ് എ നെറ്റ് പോസിറ്റീവ് ചാർജ്, അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും, കാറ്റയോണിക് കോംപ്ലക്സ് എന്ന് വിളിക്കും. ഇനി ആനോണിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, കോർഡിനേഷൻ എന്റിറ്റിക്ക് ഒരു നെഗറ്റീവ് ചാർജ് ആണ്, ഓവറോൾ ഒരു നെഗറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ദ കോംപ്ലക്സ് ഓർ കോർഡിനേഷൻ എന്റിറ്റി വിച്ച് ഹാസ് എ നെറ്റ് നെഗറ്റീവ് ചാർജ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആനയോണിക് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഇനി കോർഡിനേഷൻ എന്റിറ്റിക്ക് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ല, ഇവിടെ ചാർജ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലോ ദ കോംപ്ലക്സ് ഓർ കോർഡിനേഷൻ എന്റിറ്റി വിച്ച് ഹാസ് നോ നെറ്റ് ചാർജ് ആർ കോൾഡ് ന്യൂട്രൽ കോംപ്ലക്സ്. ഓക്കെ, കാറ്റയോണിക് കോംപ്ലക്സിന് എക്സാമ്പിൾ കണ്ടു, ആനോണിക് കോംപ്ലക്സിന് എക്സാമ്പിൾ കണ്ടു, ന്യൂട്രൽ കോംപ്ലക്സിന് എക്സാമ്പിൾ കണ്ടു. സോ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ കോർഡിനേഷൻ എന്റിറ്റി എന്താ നമ്മൾ മനസ്സിലാക്കി, കോർഡിനേഷൻ സ്പിയർ എന്താ നമ്മൾ മനസ്സിലാക്കി, ദെൻ കൗണ്ടർ അയോൺസ് എന്താണെന്ന് മനസ്സിലാക്കി. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഈ കോർഡിനേഷൻ എന്റിറ്റിക്ക് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതിനെ കാറ്റയോണിക് കോംപ്ലക്സ് എന്ന് വിളിക്കും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആനോണിക് കോംപ്ലക്സ് എന്ന് വിളിക്കും, ഇനി ചാർജ് ഒന്നും ഇല്ലെങ്കിൽ അവരെ എന്താന്ന് വിളിക്കും, ന്യൂട്രൽ കോംപ്ലക്സ് എന്ന് വിളിക്കും. പിടികിട്ടിയോ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ അയോൺ, അതുപോലെ തന്നെ ലിഗാൻസ്, ഇവരാരൊക്കെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. സെൻട്രൽ ആറ്റവും അയോൺസും അല്ലെങ്കിൽ ലിഗാൻസ്, അവരെ കുറിച്ച് നമ്മൾ പറയാനായിട്ട് പോവാം. സോ ദ ആറ്റം ഓർ അയോൺ ടു വിച്ച് എ ഫിക്സ്ഡ് നമ്പർ ഓഫ് ന്യൂട്രൽ മോളിക്യൂൾസ് ആർ അറ്റാച്ച്ഡ് ആർ in the coordination entity is called the central atom, and the neutral molecules or ions bonded to the central atom is called a ligand. എന്താ പറഞ്ഞേ, ഒരു കോംപ്ലക്സിനകത്ത് സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറഞ്ഞാൽ കുറെ അയോൺസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള അതിനെയാണ് സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് വിളിക്കുന്നത്. ഇനി അറ്റാച്ച് ചെയ്യുന്ന അയോൺസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ലിഗാൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ കോർഡിനേഷൻ കോംപ്ലക്സിനകത്ത് നോക്കിയേ, കോർഡിനേഷൻ കോംപ്ലക്സിനകത്ത് മെറ്റൽ ഉണ്ട്, ഇതാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ഇതിന് ചുറ്റിനുമുള്ള അയോൺസിനെ നമ്മൾ ഇപ്പൊ എന്താ വിളിക്കാൻ പോവാ, അവരെ ലിഗാൻസ് എന്നാ വിളിക്കുന്നത്. ഇതിന് പുറത്തുള്ള ആൾക്കാർ ആരാ, അവരെ നമ്മള് കൗണ്ടർ അയോൺസ് എന്നാ പറയാം. നമ്മുടെ ഡെഫിനിഷൻ ഇങ്ങനെ മാറി മാറി വരുവാണേ. അപ്പൊ ശരിക്കുള്ള ഡെഫിനിഷനിലേക്ക് നമ്മൾ എത്തുന്നു. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കോർഡിനേഷൻ എന്റിറ്റിക്കകത്ത് ഒരു മെറ്റലും ഉണ്ട്, മെറ്റലിനെ ചുറ്റിപ്പറ്റി കുറച്ച് ലിഗാൻസും ഉണ്ട്. ഈ മെറ്റലും ലിഗാനും തമ്മിലുള്ള ബോണ്ട് എന്ത് ബോണ്ടാണ്, കോർഡിനേറ്റ് ബോണ്ടാണ്. അങ്ങനെ കോർഡിനേറ്റ് ബോണ്ട് ആണെങ്കിൽ അങ്ങനത്തെ കോമ്പൗണ്ട്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നു. നോക്കിയേ, ഈ ഒരു കോംപ്ലക്സ് നോക്കിയേ, നിക്കൽ NH3 6 times 2 പോസിറ്റീവ്. നോക്കിയേ, കോർഡിനേഷൻ എന്റിറ്റിക്ക് ഒരു പോസിറ്റീവ് ചാർജ് ആണ്, അതിന്റെ അർത്ഥം അതൊരു കാറ്റോണിക് കോംപ്ലക്സ് ആണ്. ഇനി ഇവിടുത്തെ മെറ്റൽ ആരാ, സെൻട്രൽ അയോൺ ആരാ, നിക്കൽ 2 പോസിറ്റീവ് ആണ്, അത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലിഗാൻസ് ആരൊക്കെയാ, അമോണിയ ആണ്. എത്ര അമോണിയ ഉണ്ട്, 6 അമോണിയ ഉണ്ട്. സോ NH3 മോളിക്യൂൾ ആണ് ഇവിടുത്തെ ലിഗാൻഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു കോംപ്ലക്സ് തന്നു കഴിഞ്ഞാൽ അതിന്റെ സെൻട്രൽ അയോൺ ഏതാണ്, ലിഗാൻഡ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നോക്കിയേ, അടുത്ത കോംപ്ലക്സ് നോക്കിയേ, കൊബാൾട്ട് Cl NH3 5 times 2 പോസിറ്റീവ്. സെൻട്രൽ അയോൺ ആരാ, നമുക്കറിയാം, അത് കൊബാൾട്ട് ആയിരിക്കും. ഇനി ഇവിടുത്തെ ലിഗാൻസ് ആരൊക്കെയാ, Cl ഇവിടുത്തെ ലിഗാൻഡ് ആണ്, NH3 ഇവിടുത്തെ ലിഗാൻഡ്. NH3 എത്ര ഉണ്ട്, 5 എണ്ണം ഉണ്ട്. അപ്പൊ ലിഗാൻഡ് എന്ന് പറയുന്നത് ക്ലോറിൻ ലിഗാൻഡ് ആണ്, അമോണിയം ലിഗാൻഡ് ആണ്. സെൻട്രൽ അയോൺ ആരാണ്, കൊബാൾട്ട് ആണ്. അടുത്തത് FeCN 6 times 3 നെഗറ്റീവ്. നോക്കിയേ, 3 നെഗറ്റീവാ, ഓവറോൾ ചാർജ് നെഗറ്റീവാ. അപ്പൊ ഇത് എന്തിന് എക്സാമ്പിളാ, ആനോണിക് കോംപ്ലക്സിന് എക്സാമ്പിളാ. സോ ഇവിടുത്തെ സെൻട്രൽ അയോൺ എന്ന് പറയുന്നത് Fe ആണ്, ലിഗാൻഡ് എന്ന് പറയുന്നത് Cn ആണ്. സെൻട്രൽ അയോൺ എന്ന് പറയുന്നത് Fe ആണ്, ലിഗാൻഡ് എന്ന് പറയുന്നത് സയനൈഡ് ആണ്, Cn- ആണ്. അടുത്ത നോക്കിയേ, നിക്കൽ Cl2 H2O 4 times. ഇവിടെ ചാർജ് ഒന്നും ഇല്ല, ഇതൊരു ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. ഇവിടുത്തെ മെറ്റൽ സെൻട്രൽ അയോൺ ആരാ, സെൻട്രൽ മെറ്റൽ ആരാ, നോക്കിയേ, നിക്കല. ദെൻ ക്ലോറിൻ ലിഗാൻഡും ഉണ്ട്, വാട്ടർ ലിഗാൻഡും ഉണ്ട്. ക്ലോറിൻ 2 എണ്ണം ഉണ്ട്, വാട്ടർ 4 എണ്ണം ഉണ്ട്. അപ്പൊ Cl-ഉം H2 ആണ് ഇവിടുത്തെ ലിഗാൻസ് എന്ന് പറയുന്നത്. അപ്പൊ കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ പഠിച്ചു. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്താന്ന് പറഞ്ഞു, കോർഡിനേഷൻ എന്റിറ്റി എന്താന്ന് പറഞ്ഞു, കോർഡിനേഷൻ സ്പിയർ എന്താന്ന് പറഞ്ഞു,
അതിനുശേഷം നമ്മൾ കൗണ്ടർ അയോൺസിനെ കുറിച്ച് പറഞ്ഞു. തന്നെ ഒരു കോംപ്ലക്സ് തന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മെറ്റൽ ആരാണ്, ലിഗാൻഡ് ആരാണ്. മെറ്റൽ ആരാണ്, ലിഗാൻഡ് ആരാണ്. ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ മെറ്റലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അയോൺസിനെയോ മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലിഗാൻഡ്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലിഗാൻഡിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്, ആ ലിഗാൻഡ് ന്യൂട്രൽ ചാർജ് ആയിട്ട് നിൽക്കാം. സോ ലിഗാൻഡ്സിനും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, അവർ നെഗറ്റീവ് ചാർജ് ആയിട്ട് നിൽക്കാം, അവർ ന്യൂട്രൽ ആയിട്ട് നിൽക്കാം, അല്ലെ. സോ ലിഗാൻഡ്സിനെ നമ്മൾ പിന്നീട് പാസിഫൈ ചെയ്യുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരാം. സോ എന്തായാലും ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു കോർഡിനേഷൻ കോംപ്ലക്സിനകത്ത് എന്തൊക്കെയാ ഉള്ളത്, ഒരു മെറ്റൽ ഉണ്ട്, അതിനെ നമ്മൾ സെൻട്രൽ അയോൺ എന്ന് വിളിക്കും. ഈ മെറ്റലിനെ ചുറ്റിപ്പറ്റി ആരുണ്ട്, ലിഗാൻഡ്സ് ഉണ്ട്. ഈ ലിഗാൻഡ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആനയോൺസ് ആകാം, അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസ് ആകാം, ഇവരെ മൊത്തത്തിൽ നമ്മളൊരു കോർഡിനേഷൻ സ്ഫിയറിനകത്ത് എടുത്തിട്ടിരിക്കുന്നു. ഈ മെറ്റൽ ലിഗാൻഡ് തമ്മിലുള്ള ബോണ്ട് എന്താണ്, കോർഡിനേറ്റ് ബോണ്ട് ആണ്. സോ ഈ കോംപ്ലക്സിന് പുറത്തുള്ള ആൾക്കാരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, കൗണ്ടർ അയോൺസ് എന്ന് വിളിക്കുന്നു. അവരുടെ പ്രത്യേകത, അവർ അയണൈസബിൾ ആണ്. പക്ഷെ എൻറ്റിറ്റിക്കകത്തുള്ള ആൾക്കാരോ അവർ അയണൈസബിൾ അല്ല. ഇത്രയും കാര്യമാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞു, കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കല്ല, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് പോകുന്നത്. അപ്പൊ കെമിസ്ട്രിക്കാർ ചിന്തിക്കല് ഇതെന്താ ഇങ്ങനെ പോകുന്നത്, അങ്ങനെയല്ല. നമ്മൾ ടെർമിനോളജീസ് പതുക്കെ പഠിച്ചു വരിക, എന്നിട്ടാണ് നമ്മൾ ഹയർ കെമിസ്ട്രിയിലേക്ക് പോവുക. ഓക്കെ, സോ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. സോ എല്ലാവർക്കും മനസ്സിലാവണം, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടിച്ചടിച്ചിട്ട് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ കെമിസ്ട്രിക്കാർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്, അവർ കുറച്ച് സ്പീഡിലൊന്നും കണ്ടുപോയാൽ മതി. വേറെ സബ്ജക്റ്റിലുള്ള ആൾക്കാർ പല എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. സോ അവർക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്ത് പറഞ്ഞാൽ മതി, കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലും ഉണ്ട്, ലിഗാൻഡും ഉണ്ട്, അതിന് പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട്, കൗണ്ടർ അയോൺസ്. ആ കൗണ്ടർ അയോൺസ് അയണൈസബിൾ ആണ്, ഇവർ അയണൈസബിൾ അല്ല, ഇവരൊരു യൂണിറ്റ് ആയിട്ട് നിൽക്കും. ഇത്രയും പറഞ്ഞ് വേണമെങ്കിൽ തുടങ്ങാം. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ച് ഓരോ ടേം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് പഠിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവപ്പെടും. സോ അതുകൊണ്ട് നമ്മൾ അത്രയ്ക്കും ഡീപ്പായിട്ടാണ് പോവാം. ഓക്കെ, സോ നമ്മൾ ഒരു കോംപ്ലക്സ് തന്നു കഴിഞ്ഞാൽ, ഒരു കോംപ്ലക്സിനകത്ത് മെറ്റലിനെ കണ്ടുപിടിക്കാൻ പഠിച്ചു, ലിഗാൻഡിനെ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ നോക്കിയേ, the central metal atoms or ions are referred as Lewis acids. ഇനി നമ്മൾ വേറെ പേരുകളൊക്കെ വിളിക്കാൻ പോവാം. നമ്മുടെ സെൻട്രൽ മെറ്റൽ അയോൺ ഉണ്ടല്ലോ, ഇയാളെ നമ്മൾ ഇനി ഇങ്ങോട്ട് വിളിക്കാൻ പോകുന്നത് ലൂയിസ് ആസിഡ് എന്നാ. നിങ്ങൾക്ക് അറിയാം, ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ആരാ? ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ അക്സെപ്റ്ററാ. ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് ആര്, നമ്മുടെ മെറ്റൽ എന്ന് പറയുന്നത്. So the ligands are attached to the central metal atom through coordinate bond ആണ്. ഇനി ലിഗാൻസ് ആരാ? ആ ലിഗാൻസ് എന്ന് പറഞ്ഞാല് ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾക്കാരാ. സോ ലിഗാൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആ ലിഗാൻസിനെ നമ്മൾ ലൂയിസ് ബേസുകൾ എന്നാ വിളിക്കുന്നത്. കാരണം ലിഗാൻസിന് എന്തുണ്ട്? അവർക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, അറ്റ്ലീസ്റ്റ് ഇലക്ട്രോൺ ഡൊണേറ്റ്, ഒരു ലോൺ പെയർ എങ്കിലും ഉള്ള ആൾക്കാരായിരിക്കും. സോ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു ആരിലേക്ക്? മെറ്റലിലേക്ക്. മെറ്റൽ ഓൾറെഡി എന്താ, അക്സെപ്റ്ററാ. അതുകൊണ്ടാണ് നമ്മൾ അയാളെ ലൂയിസ് ആസിഡ് എന്നും ലിഗാൻഡിനെ എന്തെന്നും വിളിച്ചത്, ലൂയിസ് ബേസ് എന്നും വിളിച്ചത്. അപ്പൊ ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുക? നമ്മുടെ ലിഗാൻഡ് ആ മെറ്റലിലേക്ക് ഇലക്ട്രോണിനെ കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതെന്റെ മെറ്റലാണ്, ഇതെന്റെ ലിഗാൻഡ് ആണ്. ഈ ലിഗാൻഡിന് എന്തുണ്ട്? ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതിനെ ഞാൻ 2 ഡോട്ട് ആയിട്ട് കാണിച്ചു. ഈ ഇലക്ട്രോൺസിന് മെറ്റലിലേക്ക് കൊടുക്കുന്നു. ഈ ബോണ്ടിനെയാണ് എന്തെന്ന് വിളിച്ചത്? കോഓർഡിനേറ്റ് ബോണ്ട് എന്ന് വിളിച്ചത്. എന്താണ്? കോഓർഡിനേറ്റ് ബോണ്ട് എന്ന് വിളിച്ചത്. ഓക്കെ, സോ ദ ആറ്റം ഇൻ ദ ലിഗാൻഡ് which can donate pair of electron is called a donor atom or coordinating atom. So the ligand എന്ന് പറഞ്ഞാൽ ആരാണ്? The atom or molecule which is capable of donating a pair of electron to the central metal atom or ion formed through the coordinate bond. Okay, so നമ്മൾ ഇതിനു മുന്നേ കുറച്ചധികം ലിഗാൻസിനെ കണ്ടു. ഫോർ എക്സാമ്പിൾ നമ്മളുടെ വാട്ടർ മോളിക്യൂള് H2O, വാട്ടർ മോളിക്യൂളിലെ ഓക്സിജന് നിങ്ങൾക്ക് അറിയാം 2 ലോൺ പെയർ ഉണ്ട്. സോ ഈ ഒരു ലോൺ പെയറിന് എന്ത് ചെയ്യാം? ഡൊണേറ്റ് ചെയ്യാം, ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യാം. ഇനി അമോണിയ മോളിക്യൂൾ നമ്മൾ കണ്ടു. അമോണിയക്കകത്ത് ലോൺ പെയർ ഉണ്ട്, ആ ലോൺ പെയറിന് ഡൊണേറ്റ് ചെയ്യാം, ഇതിന് എന്ത് ചെയ്യാം? ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യാം. സോ ലിഗാൻസ് എന്ന് പറഞ്ഞാൽ ലൂയിസ് ബേസുകളായിരിക്കും. മെറ്റൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ അയോൺ എന്ന് പറയുന്നത് ലൂയിസ് ആസിഡുകളായിരിക്കും. ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ത്രൂ കോർഡിനേറ്റ് ബോണ്ട് ആണ്. അങ്ങനത്തെ കോമ്പൗണ്ട്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നു. ഇനി ഒരു ടേം നിങ്ങൾ ഇവിടെ പരിചയപ്പെടണം. The number of coordinating or ligating groups present in a ligand is called density of the ligand. Okay, density എന്താണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലിഗാൻഡിലെ
എത്ര പേരാണ് ഡൊണേറ്റ് ചെയ്യുന്നത്, എത്ര ഡോണർ ആറ്റംസ് ഉണ്ടെന്നുള്ളതാണ് എന്തിനെ സൂചിപ്പിക്കുന്നത്, ഡെൻസിറ്റി സൂചിപ്പിക്കും. ഇപ്പം യൂണിഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ, യൂണി എന്ന് പറഞ്ഞാൽ ഒന്ന്, അതായത് ഒരാളാണ് അവിടെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന അതിന്റെ മീനിങ്. ഇനി ബൈഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ, ബൈ എന്ന് പറഞ്ഞാൽ രണ്ട്, ആ രണ്ട് പേര് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അതിന്റെ മീനിങ്. പിടി കിട്ടിയോ? സോ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് കോർഡിനേറ്റിംഗ് ഓർ ലിഗേറ്റിംഗ് ഗ്രൂപ്പ്സ് പ്രസന്റ് ഇൻ എ ലിഗാൻഡ് ഈസ് കോൾഡ് ഡെൻസിറ്റി. അപ്പൊ ഡെൻസിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ലൂയിസ് ആസിഡും ലൂയിസ് ബേസും ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ കോർഡിനേറ്റ് ബോണ്ടിലൂടെ ആണെങ്കിൽ അവരെ നമ്മൾ എന്താ വിളിക്കുന്നു? ആ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്താണെന്നുള്ളതാണ്. ഓൾറെഡി അത് പിടികിട്ടി, ഞാൻ ഇനി അത് വലിച്ചു നീട്ടുന്നില്ല. ഇനി ലിഗാൻസിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോവാം. ലിഗാൻസ് എന്തുണ്ട്? പല ടൈപ്പ് ഓഫ് ലിഗാൻസ് ഉണ്ട്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ലിഗാൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബേസ്ഡ് ഓൺ ദ ഡോണർ ആറ്റം. ഡോണർ ആറ്റത്തിനെ ബേസ് ചെയ്തിട്ട് ലിഗാൻസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോവാണ്. സോ ടൈപ്സ് ഓഫ് ലിഗാൻസ്. ഓക്കെ, ദ ലിഗാൻസ് മേ കണ്ടെയ്ൻ one or more than one donor atom from the coordination with the central atom. So ligandsine നമുക്ക് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ യൂണിഡെൻഡേറ്റ് അല്ലെങ്കിൽ മോണോഡെൻഡേറ്റ്. ഓക്കെ, യൂണി എന്ന് പറഞ്ഞാൽ ഒന്ന്, മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന്. അപ്പം യൂണിഡെൻഡേറ്റ് അല്ലെങ്കിൽ മോണോഡെൻഡേറ്റ് ലിഗാൻസിന്റെ പ്രത്യേകത എന്താ? The ligands which can coordinate to the central ion through only one donor atom. ഒരേ ഒരു ഡോണർ ആറ്റമേ അയാൾക്ക് ഉണ്ടാകത്തുള്ളൂ. ആ ഡോണർ ആറ്റത്തിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അയാൾ മെറ്റലിനോട് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലിഗാൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? യൂണിഡെൻഡേറ്റ് അല്ലെങ്കിൽ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ലിഗാൻഡ് വിച്ച് ക്യാൻ കോർഡിനേറ്റ് ടു ദ സെൻട്രൽ അയോൺ ത്രൂ ഓൺലി വൺ ഡോണർ ആറ്റം. ഒറ്റ ഡോണർ ആറ്റമേ ഉള്ളൂ. ദേ ആർ കോൾഡ് യൂണിഡെൻഡേറ്റ് അല്ലെങ്കിൽ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. എക്സാമ്പിൾ നോക്കിയേ, NH3. NH3ക്കകത്ത് നമുക്കറിയാം നൈട്രജനിൽ ഒരു ലോൺ പെയർ ഉണ്ട്. സോ ഇവിടുത്തെ ഡോണർ ആറ്റം ആരാ? നൈട്രജനാ. ഒറ്റ ഡോണർ ആറ്റേ ഉള്ളൂ. നൈട്രജൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത്. സോ NH3 എന്ന് പറയുന്നത് എന്താ? NH3 എന്ന് പറയുന്നത് ഒരു യൂണിഡെൻഡേറ്റ് ലിഗാൻഡാ. ഇനി നോക്കിയേ, വാട്ടർ. വാട്ടർ എന്ന് പറഞ്ഞാൽ H2O. H2Oയില് രണ്ട് ലോൺ പെയർ നമുക്കുണ്ട്, പക്ഷെ ഓക്സിജൻ ആണ് ഇവിടുത്തെ ഡോണർ ആറ്റം. ഒരേ ഒരു ഡോണർ ആറ്റം മാത്രമേ ഉള്ളൂ. ഓക്സിജൻ ആണ് ഡൊണേറ്റ് ചെയ്യുന്നത്. 2 ഇലക്ട്രോണിനെ കൊടുക്കുന്നു. അയാൾ എന്താ? അയാൾ യൂണിഡെൻഡേറ്റാ. ഇനി Cl-നകത്ത് Cl ആണ് ഡോണർ ആറ്റം. സൈനൈഡ് മൈനസിനകത്ത് നമുക്ക് 2 ഡോണർ ആറ്റത്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ കാർബൺ ആകാം, ഒന്നുകിൽ നൈട്രജൻ ആകാം. അറ്റ് എ ടൈം അയാൾ ഒറ്റ ആളെ ഡൊണേറ്റ് ചെയ്യത്തുള്ളൂ. പോട്ടെ, ഇവിടെ കാർബൺ ആയിക്കോട്ടെ. OH മൈനസ് ഓക്സിജൻ ആണ്. ദെൻ ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരുത്താം. ഓരോ ലിഗാൻഡും അവരുടെ ഡോണർ ആറ്റം ഏതാന്ന് നോക്കാം. ഞാൻ പറഞ്ഞു വാട്ടർ എന്ന് പറഞ്ഞാൽ H2O ആണ്. അതിനകത്ത് ഡോണർ ആറ്റം ആരാ? ഒറ്റ ഡോണർ ആറ്റം ഉള്ളൂ, ഓക്സിജൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ വാട്ടറിനെ എന്തെന്ന് വിളിച്ചത്? യൂണിഡെൻഡേറ്റ് അല്ലെങ്കിൽ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് വിളിച്ചത്. ഇനി അമോണിയ ആണെങ്കിലോ, അമോണിയയിലെ ഡോണർ ആറ്റം ആരാ? നൈട്രജൻ ആണ്. സോ ഇതൊരു യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഇനി പിരിഡിൻ എടുക്കുന്നു. പിരിഡിൻ ആരാ? ഇത് നമ്മളുടെ ബെൻസീൻ അല്ലേ? പിരിഡിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു നൈട്രജൻ. സോറി, ഇവിടെ ഒരു ബെൻസീൻ റിങ്ങിനകത്ത് ഒരു നൈട്രജൻ വന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പിരിഡീൻ എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? പിരിഡീൻ എന്ന് പറയുന്നത്. സോ ഈ പിരിഡീനിലെ നൈട്രജനിൽ എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. സോറി, ലോൺ പെയർ ഉണ്ട്. അപ്പൊ ഈ ലോൺ പെയറിന് എന്ത് ചെയ്യാം? ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അവിടുത്തെ ഡോണർ ആറ്റം ആരാണ്? നൈട്രജൻ ആണ്. ഒരേ ഒരു ഡോണർ ആറ്റം ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ യൂണിഡെൻഡേറ്റ് ലിഗാൻഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് നോക്കിയേ, കാർബണേറ്റ്. കാർബണിൽ എന്ന് പറഞ്ഞാൽ CO ആണ്, ന്യൂട്രൽ ആണ്. ആരാണ് ഇവിടുത്തെ ഡോണർ ആറ്റം? ഓക്സിജൻ. നൈട്രോസിൽ NO ആണ്. ഡോണർ ആറ്റം ആരാണ്? N. ദെൻ നെക്സ്റ്റ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ. ട്രൈഫിനൈൽ ഫോസ്ഫീൻ എന്ന് പറഞ്ഞാൽ PPH3 ആണ്. PPH3 അതായത് 2 ഇലക്ട്രോൺ എവിടെ ഉണ്ട്? ഫോസ്ഫറസിലുണ്ട്. എന്ത് ചെയ്യാം? ഡൊണേറ്റ് ചെയ്യാം. ഇവിടുത്തെ ഡോണർ ആറ്റം ആരാണ്? ഫോസ്ഫറസ് ആയിരിക്കും. ഇനി ഹാലജൻസ് ആണ്, ഹാലൈഡ് അയോൺസ് ആണ്. നിങ്ങൾക്ക് അറിയാം, അത് Cl മൈനസ് ആകാം, Br മൈനസ് ആകാം, F മൈനസ് ആകാം, I മൈനസ് ആകാം, ആര് വേണമെങ്കിലും ആകാം. അവിടുത്തെ ഹാലജൻ ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാല. അവിടെ ഒരാളെ ഉള്ള ആകെ. നെക്സ്റ്റ് ഹൈഡ്രോക്സൈഡ് ആണ്. OH മൈനസ് ഓക്സിജൻ ആണ് ഡോണർ ആറ്റം. ഞാൻ പറഞ്ഞു സൈനൈഡിനകത്ത് Cn മൈനസ് എന്നാണ് പറയാ. ഒന്നെങ്കിൽ നൈട്രജൻ ഡോണർ ആക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ കാർബൺ ആക്ട് ചെയ്യും. രണ്ടും കൂടെ ഒരുമിച്ച് ആക്ട് ചെയ്യത്തില്ല. ഓക്കെ, Cn മൈനസിനകത്ത് Cn മൈനസ് ഒരു എന്ത് ലിഗാൻഡ് ആണ്? യൂണിഡെൻഡേറ്റ് അല്ലെങ്കിൽ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അതിന്റെ ഡോണർ ആറ്റം കാർബൺ ആകാം, നൈട്രജൻ ആകാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കല്ലേ, 2 പേരുണ്ടല്ലോ. 2 പേരുണ്ടായിരിക്കും, പക്ഷെ ഒരാളെ അറ്റ് എ ടൈം എന്ത് ചെയ്യത്തുള്ളൂ? ആ ലിഗാൻഡുമായിട്ട് മെറ്റൽ ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അത് ഒന്നെങ്കിൽ നൈട്രജൻ ആകാം, അല്ലെങ്കിൽ കാർബൺ ആകാം. സോ അറ്റ് എ ടൈം ഒരാൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അതിന്റെ ഇലക്ട്രോൺസിനെ വിട്ടു കൊടുക്കത്തുള്ളൂ. സോ സൈനൈഡിന്റെ പ്രത്യേകത അതാണ്. അവരെ നമ്മൾ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലിഗാൻഡ്, ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് അവരെ വിളിക്കുക. നമ്മൾ പിന്നീട് പഠിക്കും എന്താണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്നുള്ളത്. ഇനി അടുത്തത് നൈട്രോ.
നൈട്രോയെ നമ്മൾ NO2 മൈനസ് എന്നാണ് എഴുതുന്നത്. NO2വിനകത്തെ നൈട്രജൻ ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് ഡോണർ. ഇനി നൈട്രിറ്റോ എന്ന് എഴുതിയാൽ ONO മൈനസ് ആണെങ്കിൽ ഓക്സിജൻ ആണ് അവിടുത്തെ ആ ഡോണർ ആറ്റം എന്ന് പറയുന്നത്. ഇനി ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ O2 മൈനസ് ആരാ ഡോണർ ആറ്റം? ഓക്സിജൻ ആയിരിക്കും. ഇനി തയോസൈനേറ്റിനകത്ത് SCN മൈനസ് ആണ്. ഇവിടെ ഞാൻ പറഞ്ഞു ഒന്നുകിൽ സൾഫർ ആകാം അല്ലെങ്കിൽ നൈട്രജൻ ആകാം. ഇനി അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ CH3CO മൈനസ് ആരാ ഡോണർ ആറ്റം? ഓക്സിജൻ. ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ചില ആൾക്കാരുണ്ട്. ഒന്ന് CN മൈനസ്, ഞാൻ പറഞ്ഞു CN മൈനസിനകത്ത് കാർബൺ ആകാം അല്ലെങ്കിൽ നൈട്രജൻ ആകാം. ഇനി NO2 കണ്ടോ, NO2 നമ്മൾ നൈട്രിറ്റോ എന്നാണ് വിളിച്ചത്. സോ NO2 മൈനസിനകത്ത് നൈട്രജനും ഡൊണേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓക്സിജനും ഡൊണേറ്റ് ചെയ്യാം. നൈട്രജൻ ആണ് ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ നൈട്രോ എന്ന് വിളിക്കും, ഓക്സിജൻ ആണ് ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ നൈട്രിറ്റോ എന്നാ വിളിക്കാം. കണ്ടോ, ഇവിടെ കണ്ടോ, നൈട്രിറ്റോയും നൈട്രോയും. ദെൻ നമ്മുടെ SCN മൈനസ്, ഇവിടെ നമുക്ക് സൾഫർ ഡൊണേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നൈട്രജൻ ഡൊണേറ്റ് ചെയ്യാം. അറ്റ് എ ടൈം ഒരാൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഡൊണേറ്റ് ചെയ്യത്തുള്ളൂ. ഇവരൊക്കെയാണ് ഞാൻ പറഞ്ഞ ഏത് ലിഗാൻഡ്? ആംഫിഡെന്റേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ. ആംഫിഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നിൽ കൂടുതൽ ഡോണറാറ്റം കാണും, പക്ഷെ അറ്റ് എ ടൈം എന്ത് ചെയ്യത്തില്ല? എല്ലാവരിലൂടെയും ഡൊണേറ്റ് ചെയ്യത്തില്ല, ഒരാളെ ഡൊണേറ്റ് ചെയ്യത്തുള്ളൂ. ഡിഫറന്റ് ഡോണറാറ്റം ഉണ്ടാകും, പക്ഷെ ഒരാളെ ഡൊണേറ്റ് ചെയ്യത്തുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് ആംബിഡെന്റേറ്റ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് CN മൈനസ്, NO2 മൈനസ്, SCN മൈനസ്. നമ്മളിത് സ്പെഷ്യലായിട്ട് പഠിക്കും, ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സോ ഇവരാണ് നമ്മളുടെ കോമൺ ആയിട്ടുള്ള മോണോഡെന്റേറ്റ് ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബൈഡെന്റേറ്റ് അല്ലെങ്കിൽ ട്രൈഡെന്റേറ്റ് ലിഗാൻഡ് ആരൊക്കെയാന്നുള്ളത്. മോണോയ്ക്കകത്ത് ഒരു ഡോണർ ആറ്റം ആയിരുന്നു, അപ്പൊ ബയോ ഡൈലോ എത്ര ആയിരിക്കും? ഒന്നിൽ കൂടുതൽ വരുന്നു, രണ്ടെണ്ണം വരുന്നു. സോ ദ ലിഗാൻഡ്സ് which can have two donor atoms and therefore coordinate to the central ion at two positions are called didentate അല്ലെങ്കിൽ tridentate ligands. എക്സാമ്പിൾ ഓക്സലേറ്റ് അയോൺ. നോക്കിയേ, ഓക്സലേറ്റ് എന്ന് പറഞ്ഞാൽ COO മൈനസിനെയാണ് ഓക്സിഡേറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടുത്തെ ഡോണർ ആറ്റം ആരാ? ഈ ഓക്സിജൻ ഡൊണേറ്റ് ചെയ്യാം, ഈ ഓക്സിജൻ എന്ത് ചെയ്യാം? ഡൊണേറ്റ് ചെയ്യാം. സോ ഇവിടുത്തെ ഡോണർ ആറ്റം രണ്ട് ഡോണർ ആറ്റം ഉണ്ട് ഇവിടെ. അങ്ങനെ രണ്ട് ഡോണർ ആറ്റം ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ബൈഡെന്റേറ്റ് അല്ലെങ്കിൽ ഡൈഡെന്റേറ്റ് എന്ന് വിളിക്കും. ഇനി അടുത്ത ആള് എത്തിലീൻ ഡയമീൻ ആണ്, EN. എത്തിലീൻ ഡയമീനകത്തെ ഈ അമോണിയ കണ്ടോ, NH2 കണ്ടോ, ഈ NH2 രണ്ട് നൈട്രജൻ ലോൺ പെയർ ഉണ്ട്. സോ ഇതിനും ഡൊണേറ്റ് ചെയ്യാം, ഇതിനും ഡൊണേറ്റ് ചെയ്യാം. അറ്റ് എ ടൈം രണ്ട് ഡോണർ ആറ്റം അതിനകത്തുണ്ട്, രണ്ടുപേരും എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, സോ യൂണിഡെന്റേറ്റ് നമ്മൾ കണ്ടു. ബൈഡെന്റേറ്റ് അല്ലെങ്കിൽ ഡൈഡെന്റേറ്റിനകത്ത് ലിഗാൻഡ്സ് which have two donor atom, രണ്ട് ഡോണർ ആറ്റം ഉള്ളവരെയാണ് നമ്മൾ ബൈഡെന്റേറ്റ് എന്ന് വിളിക്കുന്നത്. അവർ രണ്ടും ഡൊണേറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. എക്സാമ്പിൾ ഓക്സിലേറ്റും എത്തിലീൻ ഡയമീൻ, അതിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ EN എന്ന് വിളിക്കും. ഓക്സിലേറ്റിനെ ഷോർട്ട് ഫോമിൽ OX എന്നാണ് എഴുതുന്നത് കേട്ടോ, OX. ഓക്കെ, സോ അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്സിലേറ്റ് ഈസ് അബ്രിവേറ്റഡ് ആസ് OX ആൻഡ് എത്തിലീൻ ഡയമീനെ നമ്മൾ അബ്രിവേറ്റ് ചെയ്യുന്നത് EN എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ വേറൊരു എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ഗ്ലൈസിനേറ്റ് അയോൺ CH2NH2CO മൈനസ് ആണ്. ഇതിനെ നമ്മൾ GLY എന്നാണ് അബ്രിവേറ്റ് ചെയ്തത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന് രണ്ട് ഡോണറാറ്റം ഉണ്ട്, പക്ഷെ രണ്ട് ഡോണറാറ്റവും ഡിഫറന്റ് ആണ്. ഒന്ന് നൈട്രജനും ഒന്ന് ഓക്സിജനുമാണ്. നോക്കിയേ ഇതിന്റെ സ്ട്രക്ചർ നോക്കിയേ, ഗ്ലൈസിനേറ്റ് അയോൺ CH2NH2 ഉണ്ട്, CO മൈനസും ഉണ്ട്. സോ ഇവിടുത്തെ നൈട്രജനും ഡൊണേറ്റ് ചെയ്യും, ഇവിടുത്തെ ഓക്സിജനും ഡൊണേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ മോളിൽ കണ്ടതൊക്കെ എങ്ങനെയാ? ഓക്സിഡേറ്റിനകത്ത് രണ്ട് ഓക്സിജൻ ആറ്റം ആയിരുന്നു, എത്തിലീൻ ഡയമീനകത്ത് രണ്ട് നൈട്രജൻ ആറ്റം ആയിരുന്നു. അതായത് ഡോണർ ആറ്റം രണ്ടെണ്ണം ഉണ്ട്. ഈ രണ്ട് ഡോണർ ആറ്റം സെയിം ആകാം, രണ്ട് ഡോണർ ആറ്റം ഡിഫറന്റ് ആയിട്ടും വരാം. സോ രണ്ട് ഡോണർ ആറ്റവും സെയിം ആറ്റം ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിമെട്രിക്കൽ ബൈഡെന്റേറ്റ് ലിഗാൻഡ് എന്നും, രണ്ട് ഡോണർ ആറ്റം ഡിഫറന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അൺസിമെട്രിക്കൽ ബൈഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കും. അപ്പൊ സിമെട്രിക്കൽ ബൈഡെന്റേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ ആണ് ആരൊക്കെ? ഓക്സിലേറ്റും EN-ഉം. അൺസിമെട്രിക്കൽ ബൈഡെന്റേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ ആണ് ആരൊക്കെ? നമ്മുടെ ഗ്ലൈസിനേറ്റ് അയോൺ. ഇവിടെ ഗ്ലൈസിനേറ്റ് അയോണിന്റെ പ്രത്യേകത ഇവർക്ക് രണ്ട് ഡിഫറന്റ് ഡോണർ ആറ്റം ആണുള്ളത്, ഒന്ന് നൈട്രജനും ഒന്ന് ഓക്സിജനും. ഇത് ചോദിച്ചിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അൺസിമെട്രിക്കൽ ബൈഡെന്റേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. സോ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ബൈഡെന്റേറ്റ് അല്ലെങ്കിൽ ബൈഡെന്റേറ്റ് അല്ലെങ്കിൽ ഡൈഡെന്റേറ്റ് ലിഗാൻഡിന്റെ പ്രത്യേകത, the ligands which have two donor atom and coordinate to the central ion at two positions. എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് പൊസിഷനിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് ഡോണർ ആറ്റം സെയിം ആകാം, അങ്ങനെയാണെങ്കിൽ അവരെ സിമെട്രിക്കൽ എന്ന് വിളിക്കാം. ഇനി രണ്ട് ഡോണർ ആറ്റം ഡിഫറന്റ് ആണെങ്കിൽ അവരെ എന്തെന്ന് വിളിക്കുന്നു? അൺസിമെട്രിക്കൽ എന്ന് വിളിക്കുന്നു. സോ അതിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കിയില്ലേ? നോക്കിയേ. സോ ഇതുപോലെ തന്നെ ഉള്ള ഒന്ന് രണ്ട് വേറെ എക്സാമ്പിളോട് നോക്കുക.
ഡൈപ്പി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡൈപിരിഡീൻ എന്നാണ് അതിന് പറയാ. സോ ഇവർക്ക് 2 നൈട്രജൻ ഉണ്ട്, ഇവർക്ക് 2 പേർക്കും എന്തുണ്ട്, ലോൺ പെയർ ഉണ്ട്. ഇവർക്ക് എന്ത് ചെയ്യാം, ഒരു ഡൈഡന്റേറ്റ് അല്ലെ ബൈഡന്റേറ്റ് ലിഗാൻഡ് ആയിട്ട് നിൽക്കാം. ഇനി അടുത്ത ആള് ഫെൻ എന്നാണ് വിളിക്കുക, ഓർത്തോ ഫിനാൻഡ്രലോണി എന്നാണ് പറയാ. നമ്മൾ അത്ര നീണ്ട പേരൊന്നും പഠിക്കണ്ട, ഫെൻ എന്ന് ഓർത്തിരുന്നാൽ മതി. സോ ഡൈപിരിഡീൻ ഫെൻ ഒക്കെ എന്താണ്, ആ ഒരു ഡൈഡന്റേറ്റ് അല്ലെ ബൈഡന്റേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ ആണ്. അവിടുത്തെ 2 ഡോണർ ആറ്റം ആരാ, നൈട്രജൻ തന്നെയാണ്. അവരെന്തിന് എക്സാമ്പിൾ ആണ്, സിമെട്രിക്കൽ ബൈഡന്റേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് സിമെട്രിക്കൽ ബൈഡന്റേറ്റ് ലിഗാൻഡും ഉണ്ട്, അസിമെട്രിക്കൽ ബൈഡന്റേറ്റ് ലിഗാൻഡും ഉണ്ട്. സോ സിമെട്രിക്കൽ ബൈഡന്റേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ the didentate ligand in which the 2 coordinating groups are called symmetrical. അവരെന്തായിരിക്കണം, അവർ സെയിം ആണെന്നുണ്ടെങ്കിൽ, 2 ഗ്രൂപ്പ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സിമെട്രിക്കൽ ബൈഡന്റേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എഥിലീൻ ഡയമീനും ഓക്സിഡേറ്റും ആണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ദ ഡൈഡന്റേറ്റ് ലിഗാൻഡ് ഇൻ വിച്ച് ദ 2 കോർഡിനേറ്റിംഗ് ഗ്രൂപ്പ്സ് ആർ ഡിഫറന്റ്, അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അൺസിമെട്രിക്കൽ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഗ്ലൈസിനേറ്റ്. ഇവിടെ ഒന്ന് നൈട്രജൻ ആണ് ഡൊണേറ്റ് ചെയ്യുന്നെങ്കിൽ ഒന്ന് ഓക്സിജൻ ആയിരിക്കും ഡൊണേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഡൈഡന്റേറ്റ് ലിഗാൻഡിനകത്ത് 2 ടൈപ്പ് നമ്മൾ പഠിച്ചു. സിമെട്രിക്കൽ ബൈഡന്റേറ്റും പഠിച്ചു, അസിമെട്രിക്കൽ ബൈഡന്റേറ്റും പഠിച്ചു. സിമെട്രിക്കൽ ബൈഡന്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഡോണർ ആറ്റം ഉണ്ട്, 2 പൊസിഷനിലൂടെ കോർഡിനേറ്റ് ചെയ്യുന്നു, ആ 2 പേരും സെയിം ആണ്. ഇനി അസിമെട്രിക്കലിനകത്ത് എന്താ, 2 ഡോണർ ആറ്റം ഉണ്ട്, 2 പേരും കോർഡിനേറ്റ് ചെയ്യുന്നു, അവർ 2 പേരും ഡിഫറന്റ് ആണ്. എക്സാമ്പിൾ ആരാ, ഗ്ലൈസിനേറ്റ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരിക. ഈ ഒരു എക്സാമ്പിൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് പോളിഡെൻഡേറ്റ്. ഇനി 2 കൂടുതൽ വരുന്ന ആൾക്കാരുടെ കാര്യമാണ്, 3, 4 അങ്ങനെയാ വരിക. സോ പോളിഡെൻഡേറ്റ് ലിഗാൻഡിനകത്ത് 3 വരുന്നെങ്കിൽ അതിനെ നമ്മൾ ട്രൈഡെൻഡേറ്റ് എന്ന് വിളിക്കും, 4 വരുന്നെങ്കിൽ ടെട്രാഡെൻഡേറ്റ് എന്ന് വിളിക്കും, 5 വരുന്നെങ്കിൽ പെന്റാഡെൻഡേറ്റ്, 6 ഹെക്സാഡെൻഡേറ്റ്. ഹെക്സാഡെൻഡേറ്റ് വരെയാണ് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ പോളിഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, the ligands which have more than 2 donor atom are called polydentate ligands. അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞു 3 ആണെങ്കിൽ ട്രൈഡെൻഡേറ്റ്, 4 ആണെങ്കിൽ ടെട്രാ, 5 ആണെങ്കിൽ പെന്റ, 6 ആണെങ്കിൽ ഹെക്സ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ഡോണർ ആറ്റം, അതനുസരിച്ചാണ് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി ഓരോ ആൾക്കാരുടെ എക്സാമ്പിൾ ഓർത്തിരിക്കണം. ട്രൈഡന്റേറ്റ് എക്സാമ്പിൾ ഓർത്തിരിക്കണം, ടെട്രക് എക്സാമ്പിൾ ഓർത്തിരിക്കണം, പെന്റക് എക്സാമ്പിൾ ഓർത്തിരിക്കണം, ഹെക്സക് എക്സാമ്പിൾ ഓർത്തിരിക്കണം. ഓക്കെ, ഡൈഎത്തിലീൻ ട്രൈഅമീൻ. നോക്കിയേ, ഡൈഎത്തിലീൻ ട്രൈഅമീൻ. ട്രൈ എന്ന് കണ്ടോ, ട്രൈ അമീൻ. അമീൻ ആരായിരുന്നു, നൈട്രജൻ ഉള്ള ആളാണ് അമീൻ. സോ ഇവിടുത്തെ 3 ഡോണർ ആറ്റം ആരായിരിക്കും, നൈട്രജൻ ആയിരിക്കും. സോ ഡൈഎത്തിലീൻ ട്രൈഅമീൻ എന്ന് പറയുന്നത്, അതിനെ നമ്മൾ അബ്രിവിയേറ്റ് ചെയ്യുന്നത് DIE എന്നാണ്. അതിനെ നമ്മൾ അബ്രിവിയേറ്റ് ചെയ്യുന്നത് ഡൈ എന്നാണ്. സോ ഇതൊരു ട്രൈഡന്റേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആണ്. ട്രൈ അല്ലെങ്കിൽ ടെർഡെൻഡേറ്റ് എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട് കേട്ടോ. ട്രൈ അല്ലെങ്കിൽ ടെർഡെൻഡേറ്റ്, അത് വിട്ടേക്ക്, ട്രൈ എന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ടെട്രാഡെൻഡേറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിൾ നോക്കിയേ, ട്രൈഇഥിലീൻ ടെട്രമീൻ. ടെട്രമീൻ എന്ന് പറഞ്ഞാൽ 4 നൈട്രജൻ ഉണ്ട് അവിടെ. സോ 4 നൈട്രജൻ ആണ്. സോ 4 നൈട്രജൻ ഡൊണേറ്റ് ചെയ്യുന്നു, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ടെട്രമീൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ടെട്രാഡെൻഡേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ ആണ് ട്രൈഎഥിലീൻ ടെട്രമീൻ എന്നുള്ള മോളിക്യൂള്. ഇനി എഥിലീൻ ഡയമീൻ ട്രൈഅസറ്റേറ്റ്. എഥിലീൻ ഡയമീൻ നോക്കിയേ, ഡൈഅമീൻ എന്ന് പറഞ്ഞാൽ 2 നൈട്രജൻ, ട്രൈഅസറ്റേറ്റ് നമ്മൾ ഓൾറെഡി മുമ്പേ പഠിച്ചു. അസറ്റേറ്റിനകത്ത് ഡോണർ ആറ്റം ആരാ, ഒരു അസറ്റേറ്റ് ആണെങ്കിൽ ഓക്സിജൻ. ഇവിടെ എത്ര അസറ്റേറ്റ് ഉണ്ട്, 3 എണ്ണം ഉണ്ട്. സോ 2 നൈട്രജനും 3 ഓക്സിജനും, 3 2 എത്ര, 5. 5 ആണെന്നുണ്ടെങ്കിൽ എന്താന്ന് വിളിക്കും, പെന്റാഡെൻഡേറ്റ് എന്ന് വിളിക്കും. സോ പെന്റാഡെൻഡേറ്റിന് എക്സാമ്പിൾ ആരാണ്, എഥിലീൻ ഡയമീൻ ട്രൈഅസറ്റേറ്റ്. എഥിലീൻ ഡയമീൻ ട്രൈഅസറ്റേറ്റ്, അവിടെ 2 നൈട്രജനും ഉണ്ട്, 3 ഓക്സിജനും ഉണ്ട്. അപ്പൊ 3 2 5 പെന്റാഡെൻഡേറ്റ്. 5 ഡോണർ ആറ്റം ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പെന്റാഡെൻഡേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഹെക്സാഡെൻഡേറ്റ്. ഹെക്സാഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ 6 ഡോണർ ആറ്റം വേണം. നോക്കിയേ, എക്സാമ്പിൾ എഥിലീൻ ഡയമീൻ ടെട്രാഅസറ്റേറ്റ്. അതിനെ നമ്മൾ EDTA എന്നാണ് ഷോർട്ട് ഫോമിൽ വിളിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും EDTA കുറിച്ച്. EDTA വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. സോ എഥിലീൻ ഡയമീൻ നോക്കിയേ, ഡയമീൻ ഉണ്ട്, ടെട്രാഅസറ്റേറ്റ്. അതായത് ഡൈഅമീൻ എന്ന് പറഞ്ഞാൽ 2 നൈട്രജൻ ഉണ്ട്, ടെട്രാഅസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ 4 ഓക്സിജൻ. അപ്പൊ 4 2 6, അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, ഹെക്സാഡെൻഡേറ്റ് എന്ന് വിളിച്ചത്. സോ നമ്മൾ ലിഗാൻസിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂണിഡെൻഡേറ്റ് നമ്മൾ പഠിച്ചു, ഡൈഡെൻഡേറ്റ് നമ്മൾ പഠിച്ചു. ഡൈഡെൻഡേറ്റ് 2 പേരുണ്ട്, സിമെട്രിക്കലും ഉണ്ട്, അസിമെട്രിക്കലും ഉണ്ട്. അതിനുശേഷം നമ്മൾ പോളിഡെൻഡേറ്റ് പറഞ്ഞു, 2ൽ കൂടുതലുള്ള ആൾക്കാർ, അത് ട്രൈഡെൻഡേറ്റ് ആകാം, ടെട്രയാകാം, പെന്റയാകാം, ഹെക്സയാകാം. ഇനി ട്രൈഡെൻഡേറ്റിന് എക്സാമ്പിൾ ആരാ പറഞ്ഞത്, ഡൈഎഥിലീൻ ട്രൈഅമീൻ. ടെട്രഡേറ്റിന്റെ എക്സാമ്പിൾ ആരാ പറഞ്ഞത്, ട്രൈഎഥിലീൻ ടെട്രമീൻ. പെന്റാഡേറ്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എഥിലീൻ ഡയമീൻ ട്രൈഅസറ്റേറ്റും. ലാസ്റ്റ് പറഞ്ഞ ഹെക്സാഡെൻഡേറ്റിന്റെ എക്സാമ്പിൾ ആരാ, EDTA, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കാം, എഥിലീൻ ഡയമീൻ ടെട്രാഅസറ്റേറ്റ് എന്ന് വിളിക്കാം. അയാളുടെ സ്റ്റെപ്സിലാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, എഥിലീൻ, ഇതാണ് എഥിലീൻ. ഡൈഅമീൻ 2 നൈട്രജൻ. സോ ഈ 2 നൈട്രജൻ ഡോണർ ആറ്റം ആണ്.
ടെട്രാ അസറ്റേറ്റ്. അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ CH3CO-. അത്ര എത്രണ്ണം ഉണ്ട്? 1 2 3 4 അങ്ങനെ 4 എണ്ണം. സോ ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടുത്തെ ഒരു ഓക്സിജൻ, ഇവിടുത്തെ ഒരു ഓക്സിജൻ. അപ്പൊ 4 ഓക്സിജനും 2 നൈട്രജനും ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഡോണർ ആറ്റമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 4 2 6 ഹെക്സാഡെൻഡേറ്റ് ആയിട്ട് മാറിയത്. പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഡോണർ ആറ്റത്തിന്റെ ബേസിസിൽ നമുക്ക് ലിഗാൻസിനെ ക്ലാസിഫൈ ചെയ്യാം. യൂണിഡെൻഡേറ്റ്, ബൈഡെൻഡേറ്റ്, ട്രൈഡെൻഡേറ്റ്, ടെട്ര, പെന്റ ആൻഡ് ഹെക്സ. ഇവരുടെ ഓരോരുത്തരുടെ എക്സാമ്പിൾ ഓർത്തിരിക്കണം. എന്താ? ഓരോരുത്തരുടെ എക്സാമ്പിളും ഓർത്തിരിക്കണം. നോക്കിയേ, നമ്മള് ഇപ്പം പറഞ്ഞ ആൾക്കാരെ ഒന്നുകൂടെ നമ്മൾ സ്ട്രക്ചറിൽ നോക്കുവാണ്. ട്രൈഡെൻഡേറ്റ് ആണ് ആദ്യം നോക്കുന്നത്. ട്രൈഡെൻഡേറ്റ് ആണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് ഡൈ എത്തിലീൻ ഡൈഅമീൻ എന്നാണ്. ഡൈ എത്തിലീൻ ഡൈഅമീൻ. നോക്കിയേ, അതിനെ DIE എന്നാണ് അതിനെ ഷോർട്ട് ഫോം വിളിക്കുക. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും കാണുക. നിങ്ങളുടെ കോംപ്ലക്സിനകത്ത് DIE എന്നായിരിക്കും കാണുക. അതിന്റെ അർത്ഥം എന്താ? ഡൈ എത്തിലീൻ ഡൈഅമീൻ എന്നാ അല്ലെ? ഡൈ എത്തിലീൻ ഡൈഅമീൻ എന്നാണ് അത് കാണുക. സോ നോക്കിയേ, ഇവിടെ ആരൊക്കെയാ ഡോണർ ആറ്റം? നോക്കിയേ, ഇവിടെ ഒരു നൈട്രജൻ, ഇവിടെ ഒരു നൈട്രജൻ, ഇവിടെ ഒരു നൈട്രജൻ. സോ 3 പേരാണ് ഇവിടുത്തെ ഡോണർ ആറ്റം. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത് അവരെ? അതുകൊണ്ടാണ് നമ്മൾ അവരെ ട്രൈഡെൻഡേറ്റ് എന്ന് വിളിച്ചത്. ഓക്കെ, ട്രൈഡെൻഡേറ്റ് എന്ന് വിളിച്ചത്. സോറി, ഇവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്. ഡൈ എഥിലീൻ ഡൈഅമീൻ എന്നല്ല, ട്രൈഅമീൻ എന്നാണ് കേട്ടോ. സോ ഡൈ എഥിലീൻ ട്രൈഅമീൻ ആണ്. 3 അമീൻ ഉണ്ട് ഇവിടെ. ട്രൈ അമീൻ എന്നാണ് വരിക. ഡൈ അമീൻ അല്ല, ട്രൈ അമീൻ ആണ്. ഓക്കെ, സോ 3 നൈട്രജൻ വരുന്നു. അതാണ് ട്രൈഡെൻഡേറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിൾ. ഇനി ടെട്രാഡെൻഡേറ്റ് ലിഗാൻഡിനകത്ത് നോക്കിയേ, ട്രൈ എത്തിലീൻ ടെട്രാമീൻ. ടെട്രാമീൻ എന്ന് പറഞ്ഞാൽ 4 അമീൻ ഉണ്ട്. അവരെ നമ്മൾ ഷോർട്ട് ഫോമിൽ ട്രൈൻ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഈ ഡൈനും ട്രൈനും കാണുമ്പോൾ മാറിപ്പോയത്. ഡൈൻ എന്ന് പറഞ്ഞാൽ ട്രൈഡെൻഡേറ്റ് ലിഗാൻഡ്, ട്രൈൻ എന്ന് പറഞ്ഞാൽ ടെട്രാഡെൻഡേറ്റ് ലിഗാൻഡ്. നമ്മൾ മാറിപ്പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈൻ എന്ന് കാണുമ്പോൾ ഇതിന്റെ ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണോ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണോ നമ്മൾ ചിന്തിക്കും. അങ്ങനെയല്ല. ഡൈൻ എന്ന് പറഞ്ഞാൽ ട്രൈഡെൻഡേറ്റ് ആണ്, ട്രൈൻ എന്ന് പറഞ്ഞാൽ ടെട്രാഡെൻഡേറ്റ് ആണ്. ഞാൻ ഫുൾ നെയിം എന്താ? ട്രൈ എഥിലീൻ ടെട്രാമീൻ. ടെട്രാമീൻ എന്ന് പറഞ്ഞാൽ ഒരു നൈട്രജൻ, രണ്ടാമത്തെ നൈട്രജൻ, മൂന്നാമത്തെ നൈട്രജൻ, നാലാമത്തെ നൈട്രജൻ. അതായത് ഇവിടെ 4 ഡോണർ ആറ്റം ഉണ്ട്. അതുകൊണ്ടാണ് അയാളെ എന്തെന്ന് വിളിച്ചത്? ടെട്രാഡെൻഡേറ്റ് എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ടെട്രാഡെൻഡേറ്റ് എന്ന് വിളിച്ചത്. ഇനി അടുത്തത് ആരാണ്? പെന്റാഡെൻഡേറ്റ്. പെന്റാഡെൻഡേറ്റ് എക്സാമ്പിൾ ആരാണ്? എത്തിലീൻ ഡൈഅമീൻ ട്രൈഅസറ്റേറ്റ്. ഡൈഅമീൻ ട്രൈഅസറ്റേറ്റ്. ഡൈഅമീൻ 2 നൈട്രജൻ. ട്രൈഅസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ 3 ഓക്സിജൻ. നോക്കിയേ, ഇതൊരു നൈട്രജൻ, ഇതൊരു നൈട്രജൻ. എത്തിലീൻ ഡൈഅമീൻ ആയി ട്രൈഅസറ്റേറ്റ്. 1 2 3 ഓക്സിജൻ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 2 നൈട്രജനും 3 ഓക്സിജനും കൂടെ ചേർന്നിട്ട് 5 ഡോണർ ആറ്റം ഉള്ള ഇവരെ നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഹെക്സാഡെൻഡേറ്റ്, സോറി പെന്റാഡെൻഡേറ്റ് എന്ന് വിളിച്ചത്. ഇനി 6 വരുന്നത് ഹെക്സാഡെൻഡേറ്റ് ആണ്. നോക്കിയേ, എത്തിലീൻ ഡൈഅമീൻ ടെട്രാസെറ്റേറ്റ്. ഓൾറെഡി പറഞ്ഞു. 2 നൈട്രജൻ, 1 ഓക്സിജൻ, രണ്ടാമത്തെ ഓക്സിജൻ, മൂന്നാമത്തെ ഓക്സിജൻ ആൻഡ് നാലാമത്തെ ഓക്സിജൻ. സോ 4 ഓക്സിജനും 2 നൈട്രജനും വരുന്നു 6. സോ ഓരോ കേസിലും ആരാണ് ഡോണർ ആറ്റം എന്ന് ചോദിക്കാം. EDTA ഡോണർ ആറ്റം ആരൊക്കെയാണ്? 4 ഓക്സിജനും 2 നൈട്രജനും. ഇനി പെന്റാഡെൻഡേറ്റ് ലിഗാൻഡ് ആയിട്ടുള്ള നമ്മളുടെ എത്തിലീൻ ഡൈഅമീൻ ട്രൈഅസറ്റേറ്റിനകത്ത് ഡോണർ ആറ്റംസ് ആരൊക്കെയാണ്? 2 നൈട്രജനും 3 ഓക്സിജനും. ട്രൈഡെൻഡേറ്റ് ലിഗാൻഡ് ആയിട്ടുള്ള എത്തിലീൻ ടെട്രാമീനകത്തുള്ള ഡോണർ ആറ്റം ആരാണ്? 4 നൈട്രജൻ ആറ്റം. ട്രൈഡെൻഡേറ്റ് ലിഗാൻഡ് ആയിട്ടുള്ള എത്തിലീൻ ട്രൈഅമീനകത്തെ ഏതൊക്കെയാണ് ഡോണർ ആറ്റം? 3 നൈട്രജൻ ആണ് ഇവിടുത്തെ ഡോണർ ആറ്റം. ഇവിടുത്തെ ഡോണർ ആറ്റം 4 നൈട്രജൻ ആറ്റം ആണ്. പെന്റാഡെൻഡേറ്റ് വരുമ്പോൾ 2 നൈട്രജനും 3 ഓക്സിജനും. ഇവിടെ വരുമ്പോൾ 4 ഓക്സിജനും 2 നൈട്രജനും. സോ ഓരോ കേസിലെയും ഡോണർ ആറ്റം ആരൊക്കെയാണ്? ഓരോ ലിഗാൻഡിനകത്തെയും ഡോണർ ആറ്റം ആരൊക്കെയാണ്? അവർ ഏത് ടൈപ്പ് ആണ്? അതാണ് നമ്മൾ ഓർത്തിരിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് അത് പഠിച്ചു വെക്കാം. ഓക്കെ, സോ ലിഗാൻസിനെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതുവരെ പറഞ്ഞ ആ ലിഗാൻസിന്റെ എല്ലാം കൂടെ ഒരു സമ്മറിയാണ് പറയുക. സോ എത്തിലീൻ ഡൈഅമീൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇയാളുടെ ഷോർട്ട് ഫോം ഓർത്തിരിക്കണം. EN എന്നുള്ളതാണ് ഷോർട്ട് ഫോം. ഇവിടുത്തെ ഡോണർ ആറ്റം ആരാണ്? നൈട്രജൻ ആണ്. എത്ര നൈട്രജൻ ഉണ്ട്? 2 നൈട്രജൻ. നോക്കിയേ, ഈ നൈട്രജൻ ഡൊണേറ്റ് ചെയ്യും, ഈ നൈട്രജൻ ഡൊണേറ്റ് ചെയ്യും. സോ 2 നൈട്രജൻ ആണ് അവിടുത്തെ ഡോണർ ആറ്റംസ്. ഓക്സിലേറ്റ് CO- ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, C2O4 2- എന്ന് എഴുതാറുണ്ട്. C2O4 2- എന്ന് എഴുതാറുണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഓക്സിലേറ്റ് തന്നെ വിളിക്കുക. സോ ഇവിടുത്തെ ഡോണർ ആറ്റം ഓക്സിജൻ ആണ്. എത്ര ഓക്സിജൻ ആറ്റം? 2 ഓക്സിജൻ ആറ്റം. OX എന്നാണ് അതിന്റെ അബ്രിവേഷൻ എന്ന് പറയുന്നത്. ഇനി ഗ്ലൈസിനേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടുത്തെ നൈട്രജനും ഓക്സിജനും ഡൊണേറ്റ് ചെയ്യും. ബൈഡെൻഡേറ്റിന് എക്സാമ്പിൾ ആണ് GLY എന്നാണ് അതിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കുക. നെക്സ്റ്റ് ആള് അസറ്റൈൽ അസറ്റിനേറ്റ് ആണ്. നോക്കിയേ, ഓക്സിജൻ ആണ് ഇവിടുത്തെ ഡോണർ ആറ്റം എന്ന് പറയുന്നത്. AC എന്നാണ് നമ്മൾ അവരെ അബ്രിവേറ്റ് ചെയ്ത് പറയുക. ഓക്കെ,
സോ നെക്സ്റ്റ് ബാക്കിയുള്ള എക്സാമ്പിൾസ് കൂടെ നോക്കാം. ഡൈമീഥൈൽ ഗ്ലയോക്സിമേറ്റോ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. കാരണം ഇവിടെയും എന്താ രണ്ട് ഡോണറാറ്റോ ഉണ്ട്, രണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള ഡോണറാറ്റോ ആണ്, അസിമെട്രിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. DMG എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്, DMG, ഡൈമീഥൈൽ ഗ്ലയോക്സിമേറ്റോ. ഇനി അടുത്തത് ബൈപിരിഡിയിലാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. PY എന്നാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ, നൈട്രജൻ ആണ് ഡോണർ ആറ്റം. ദെൻ ഫെന്റെ കാര്യം നമ്മൾ പറഞ്ഞു, നൈട്രജൻ ആണ് ഡോണർ ആറ്റം, 2 നൈട്രജൻ ആണുള്ളത്, ഇവിടെ 2 നൈട്രജൻ ആണുള്ളത്, ഇവിടെ 3 റിംഗ് ഉണ്ട്, അവിടെ 2 റിംഗ് ഉണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദെൻ ഡൈ എഥിലീൻ ട്രൈ അമീന്റെ കേസ് നമ്മൾ പറഞ്ഞു, ട്രൈഡന്റൽ ലിഗാൻഡ് എക്സാമ്പിൾ ആണ്. അതിന് ഡൈ എന്നാണ് ഷോർട്ട് ഫോമിൽ വിളിക്കുക, നൈട്രജൻ ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് ഡോണർ ആറ്റം എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നോക്കിയേ, ഞാൻ പ്രത്യേകം പറഞ്ഞു, ഈ ഡൈൻ കാണുന്ന സമയത്ത്, DIEN കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഡൈഡന്റേറ്റ് ആണ്. അല്ല, ഇയാൾ എന്ത് ലിഗാൻഡാ? ഇയാൾ ട്രൈഡന്റേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആണ്, ട്രൈഡന്റേറ്റ് ലിഗാൻഡിന് എക്സാമ്പിൾ ആണ്, മറന്നു പോകരുതേ. ഇനി അടുത്തത് ആരാ ഉള്ളത്? അടുത്തത് ട്രൈ എഥിലീൻ ടെട്രമീൻ ആണ്, അതൊരു ടെട്രാഡെന്റൽ ലിഗാൻഡ് എക്സാമ്പിൾ ആണ്. സോ 1, 2, 3, 4 നൈട്രജൻ ആറ്റം ആണുള്ളത്. ട്രൈ എന്നാണ് ഇതിനെ അബ്രിവേറ്റ് ചെയ്യുന്നത്. പെന്റാഡെന്റൽ ലിഗാൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എഥിലീൻ ഡൈമീൻ ട്രൈ അസറ്റേറ്റോ, നൈട്രജൻ ഓക്സിജൻ ആണ് അവിടുത്തെ ലിഗാൻഡ് എന്ന് പറയുന്നത്. അടുത്തത് എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ്, EDTA, നൈട്രജനും ഓക്സിജനും ആണ്. 4 ഓക്സിജനും 2 നൈട്രജനും, അങ്ങനെയാണ് 4, 2, 6 നമ്മൾ പറഞ്ഞത്. അതൊരു ഹെക്സാഡെന്റൽ ലിഗാൻഡ് ആണ്. എന്താണ്? അതൊരു ഹെക്സാഡെന്റൽ ലിഗാൻഡ്.